ഫയൽ നമ്പർ 302/2022 മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ. CW1 രാജേന്ദ്ര പിള്ളை. രാജേന്ദ്രൻ പിള്ളയെ പറ്റി ഒന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? Accused, you can sit there. എന്താണ് സംഭവിച്ചതെന്ന് കോടതിയെ ബോധിപ്പിക്കാമോ? അന്ന് രാവിലെ ഞാൻ പെൻഷൻ മീറ്റിങ്ങിന് പോയിരുന്നു. ഞാൻ തിരിച്ചൊരു 1:30 വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ മുൻവാതിൽ വന്ന് തട്ടി വിളിച്ചു, കോളിംഗ് ബെൽ അടിച്ചു. ആരും വന്ന് തുറന്നില്ല. ഞാൻ പിന്നെ പിൻവാതിലൂടെ കയറി പോവായിരുന്നു. വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. ഞാൻ അടുക്കളയിലോ ഡൈനിങ് റൂമിലോ എന്റെ ഭാര്യയെ കണ്ടില്ല. തൊട്ടടുത്തുള്ള ബെഡ്റൂമിൽ പോയപ്പോൾ ആള് താഴെ കിടക്കുന്നതാണ് കണ്ടത്. മുഖത്ത് ഒരു പില്ലോയും ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു, അനങ്ങിയില്ല. ഞാൻ പിന്നെ മുഖത്തെ പില്ലോ മാറ്റി ആളെ പോയി തട്ടി വിളിച്ചു. കയ്യിലെ പൾസ് നോക്കി, ബ്രീത്ത് നോക്കി, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പേടിച്ച് എന്റെ സുഹൃത്തിനെ വിളിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ചെന്നപ്പോ നിങ്ങളുടെ ഭാര്യ അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു? അനക്കമൊന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു. അതെ. ഓക്കെ. That's all, Your Honor. Yes. മിസ്റ്റർ രാജേന്ദ്രൻ പിള്ള, അതെ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് താമസമുള്ളത്? ഞാനും എന്റെ ഭാര്യയും. എന്തായിരുന്നു നിങ്ങളുടെ ജോലി? ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലായിരുന്നു. സെക്രട്ടേറിയറ്റ്. ഭാര്യ എവിടെയായിരുന്നു ജോലി? സെക്രട്ടേറിയറ്റിൽ തന്നെയായിരുന്നു. 25/4/2002 നിങ്ങൾ എവിടെയാണ് പോയിരുന്നത്? പെൻഷൻ മീറ്റിങ്ങിന്. എത്ര മണിക്ക് വീട്ടിൽ നിന്ന് പോയി? 9:30 ഇറങ്ങി. എത്ര മണിക്കായിരുന്നു മീറ്റിംഗ്? 10 മണിക്ക്. എവിടെ വെച്ചായിരുന്നു മീറ്റിംഗ്? സെക്രട്ടറിയുടെ ബാക്കിൽ തന്നെ പെൻഷൻ ഹാളില് ഒരു ഹാൾ ഉണ്ടായിരുന്നു, അവിടെ വെച്ച മീറ്റിംഗ്. എന്തുകൊണ്ടാണ് ഭാര്യയെ കൊണ്ടുപോകാത്തത്? എന്റെ മീറ്റിംഗ് ആയിരുന്നു, എന്റെ പെൻഷൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള മീറ്റിംഗ്. ഭാര്യയും അതേ സ്ഥലത്ത് തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയിട്ട് 6 വർഷമായി. ഭാര്യ പെൻഷനായിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ രണ്ടും 2 ഗ്രൂപ്പ് ആണ്. 2 ഗ്രൂപ്പായിട്ടാണോ പെൻഷനേഴ്സ് മീറ്റിംഗ് നടത്തുന്നത്? അല്ല, എന്റെ വർഷം പെൻഷൻ ആയവരുടെ മീറ്റിംഗ് ആയിരുന്നു അന്ന് നടന്നിരുന്നത്. അങ്ങനെ പ്രത്യേകം വർഷങ്ങൾ വഴിച്ചാണോ പെൻഷനേഴ്സ്? അതെ, എന്റെ കൂടെ പെൻഷൻ ആയവരുടെ മീറ്റിംഗ് ആയിരുന്നു അന്ന് നടന്നത്. ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും തനിച്ചാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെ. മറ്റാരെങ്കിലും സ്ഥിരമായി അവിടെ വരാറുണ്ടോ? സ്ഥിരമായിട്ട് അങ്ങനെ താമസിക്കാനായിട്ട് ആരും വരാറൊന്നുമില്ല. ചോദിക്കാൻ കാരണമുണ്ട്. നിങ്ങൾ വന്ന് വാതിലില് തട്ടി വിളിക്കായിരുന്നോ? വാതിലില് ഞാൻ വിളിച്ചു, തട്ടി നോക്കി, കോളിംഗ് ബെൽ അടിച്ചു. അപ്പൊ തുറന്നില്ല. അപ്പൊ പിൻവാതിലൂടെ. ആര് തുറക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്? എന്റെ ഭാര്യ. പിന്നെന്തിനാണ് ആരും വന്ന് വാതിൽ തുറന്നില്ല എന്ന് പോലീസിന് മൊഴി കൊടുത്തത്? ആരും വന്ന് വാതിൽ തുറന്നില്ല എന്നാണ് വാതിൽ തുറന്നില്ല എന്നുള്ളത് അത് ലാംഗ്വേജിന്റെ പ്രോബ്ലം അല്ല, യുവർ ഓണർ. വീട്ടിൽ ഒരാൾ മാത്രമുള്ളപ്പോ വേറെ ആരും വന്ന് വാതിൽ തുറക്കില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. യുവർ ഓണർ, ഞാൻ കണ്ടിന്യൂ ചെയ്യാനല്ലോ.
മറ്റാരും വന്ന് വാതിൽ തുറന്നില്ല എന്നുള്ളതിൽ അവിടെ മോർ ദാൻ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഭർത്താവിന്റെ രാജേന്ദ്രൻ പിള്ളയുടെ മൊഴിയിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത് ഒരു മലയാളം അറിയാവുന്ന ഒരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. മേ പ്രൊസീഡ്. സാധാരണ മുൻവാതിൽ തുറന്നില്ലെങ്കിൽ പിറകുവശത്തൂടെ പോകാറുണ്ടായിരുന്നോ? എന്റെ വീടല്ലേ, മുൻവാതിൽ തട്ടി തുറന്നില്ല, ഞാൻ അങ്ങ് പുറകിൽ കൂടെ കയറിപ്പോയി. അവിടെ വാതിൽ തുറന്നിട്ടുണ്ടോ നോക്കാനായിട്ട് പോയി. നോക്കാനായിട്ട് പോയതാണോ അതോ സ്ഥിരമായിട്ട് അങ്ങനെ അവിടെ വാതിൽ തുറന്നിടുന്ന? സ്ഥിരമായിട്ട് അങ്ങനെയല്ല. ഞാൻ വന്ന് തട്ടുമ്പോൾ ഭാര്യ വന്ന് തുറക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോഴോ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വന്ന് തുറക്കാറുണ്ട്. അന്ന് തുറന്നില്ല. അപ്പൊ ഞാൻ എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി പിൻവാതിൽ കൂടെ കയറിപ്പോയി. രാവിലെ നിങ്ങൾ ഇതിന് പോകുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ അന്യ സംസ്ഥാന തൊഴിലാളികളെ കണ്ടിരുന്നോ? ആരെയും കണ്ടില്ല. ഹേമന്ത് മണ്ഡലിനെ കണ്ടോ? ഞാൻ കണ്ടില്ല. കണ്ടിട്ടില്ല. യുവർ ഓണർ, ദാറ്റ് പോയിന്റ് ഷുഡ് ഓൾസോ ബി നോട്ടഡ്. ഹേമന്ത് മണ്ഡലിനെ രാജേന്ദ്രൻ രാവിലെ കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും റിട്ടയർഡ് ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ്. ടാക്സ് പേയേഴ്സ് ആണോ? എന്താ? ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണോ? ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും. അപ്പൊ നിങ്ങളുടെ പെൻഷൻ ഏത് ബാങ്കിലാണ് വരുന്നത്? SBI. SBI. അതെ. നിങ്ങൾക്ക് ഈ മൈഗ്രന്റ് തൊഴിലാളികളുമായിട്ട് നല്ല അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്? അടുത്ത ബന്ധമെന്നൊന്നും പറയാൻ പറ്റില്ല. അടുത്ത് താമസിക്കുന്നതാണ്, അങ്ങനെ അറിയാമെന്നേ ഉള്ളൂ. അറിയാമെന്നേ ഉള്ളൂ. അവര് സ്ഥിരമായിട്ട് ഈ വീട്ടിൽ വരാറില്ലായിരുന്നു? സ്ഥിരമായിട്ട് ആരും വരാറില്ല. ആരും വരാറില്ല. അല്ല, മൈഗ്രന്റ് ലേബേഴ്സ് ഒന്നും വരാറില്ല. നിങ്ങൾ ആദ്യം പോലീസിന് കൊടുത്ത മൊഴിയിൽ അതെ, നിങ്ങളുടെ വീട്ടിൽ നിന്നും ഈ ഒരു കൊലപാതക ശേഷം യാതൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ തന്നെയായിരുന്നു പോലീസ് വന്നതും ഇതെല്ലാം ചോദിക്കാൻ തുടങ്ങിയതും. അപ്പോൾ ഞാൻ ആ ഒരു മാനസികാവസ്ഥയിൽ എന്തൊക്കെ പോയി, എത്രണ്ണം പോയി എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പോലീസ് ഒരു ചോദ്യം ചോദിക്കുകയാണല്ലോ. അതെ. അപ്പോൾ നിങ്ങളത് ബ്ലാങ്ക് ആയിട്ടല്ലല്ലോ അത് പറയേണ്ടത്. നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് എന്താണെന്ന് നോക്കാനുള്ള ഒരു കാര്യം, ആ അവസരം തന്നല്ലേ പോലീസ് ചോദിക്കുന്നത്? അതെ, പക്ഷെ ആ ഒരു സമയത്ത് എണ്ണ എടുക്കാനും എന്റെ ഭാര്യ മരിച്ചു കിടക്കുവാണ്, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഞാൻ പേടിച്ചു, ഞെട്ടിപ്പോയി. ആ ഒരു സാഹചര്യത്തിൽ എണ്ണ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറഞ്ഞത്? പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 20 വള എന്നുള്ളത് കേട്ടു. അപ്പൊ 20 അല്ല, എന്റെ ഭാര്യയ്ക്ക് 30 എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മ വന്നു. അപ്പോ അത് ഞാൻ പോലീസിനടുത്ത് അറിയിച്ചു, 20 വളയല്ല, കുറച്ചുകൂടെ ഉണ്ടെന്നുള്ളത്. പ്രത്യേകമായി കോടതി ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യയ്ക്ക് 30 വളകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 20 വളകൾ അലമാരയിൽ ഉണ്ടായിരുന്നു. അപ്പോഴും അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്റെ ഭാര്യയുടെ സ്വർണ്ണമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭാര്യ തന്നെയാണ്. പക്ഷെ എനിക്ക് ഞാൻ ചോദിച്ചത് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചല്ല. ആ സമയത്ത് പോലീസ് കണ്ടെടുക്കുന്ന സമയത്ത് ആ അലമാരയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അന്ന് പോലീസ് നിങ്ങളെ കൊണ്ടല്ലേ ആ സീഷൻ മകസർ ഒപ്പിടിച്ചത്? ഇത്രയും വിലപിടിച്ച സാധനങ്ങൾ ഒപ്പിടുന്ന സമയത്ത് നിങ്ങളത് ബ്ലാങ്ക് ആയിട്ടാണ് ഒപ്പിട്ടത്? എന്റെ ഭാര്യ മരിച്ചിരിക്കുകയാണ്. എന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. എനിക്ക് എല്ലാം നോക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ. പോലീസ് എടുത്ത് കൃത്യമായി നിങ്ങളുടെ മുന്നിൽ വെച്ച് എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു സാധനമാണ് നിങ്ങളെ കൊണ്ട് ഒപ്പിടിക്കുന്നത്. അപ്പൊ അത് വീണ്ടും അതിനകത്ത് മാറ്റം വരുമ്പോൾ, അതിപ്പോ ഈ പറഞ്ഞ കണക്ക് കേസ് വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോഴും അത് ഇത്രയും നാളെ, 1 വർഷത്തിലധികം കഴിഞ്ഞിട്ട് നിങ്ങളത് അന്ന് കണ്ടതിനെ കുറിച്ച് പോലും ഇപ്പോഴും ആ അവസ്ഥ തന്നെയാണോ നിങ്ങൾക്ക്? എന്റെ ഭാര്യയാണ് മരിച്ചത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് ആ കേസിന് നിങ്ങൾ ഇവിടെ ഇപ്പോ ഇതിനകത്ത് 1ാം സാക്ഷിയായി വന്ന് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ കൃത്യമായും പറയേണ്ട കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ഒരു മൊഴി പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് വ്യക്തത ഇല്ലെന്നാണോ? നല്ലോണം ഉണ്ട്. എനിക്ക് എന്റെ ഭാര്യയുടെ സ്വർണത്തിനെ പറ്റി അറിയാം, പക്ഷെ ഞാനല്ല അത് ഉപയോഗിച്ചിരുന്നത്. അതെ, അത് കൂടുതൽ ഉപയോഗിച്ച എന്റെ ഭാര്യ തന്നെയാണ്. പക്ഷെ എനിക്കൊരു ഉദ്ദേശം എനിക്ക് അറിയായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ എല്ലാ സ്വർണ്ണം ഉണ്ടോ, എന്തെങ്കിലും കളവ് പോയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇല്ലാന്ന് പറയാനേ പറ്റിയുള്ളൂ. അന്ന് എനിക്ക് എല്ലാം എണ്ണി നോക്കി. നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തെല്ലാം ആഭരണം ഉണ്ടായിരുന്നു? ഇന്ന് എനിക്കറിയാം. അലമാരയിലായിരുന്നെങ്കിൽ ഒരു 6 ചെയിൻ ഉണ്ടായിരുന്നു. പിന്നെ 30 വളകൾ ഉണ്ടായിരുന്നു. അതിൽ 20 എണ്ണമായിരുന്നു കിട്ടിയത്. പിന്നെ താലിമാല ഉണ്ടായിരുന്നു. അങ്ങനെ ആഭരണങ്ങൾ. അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് കൃത്യമായിട്ട് എണ്ണം വെച്ച് പറയാൻ കഴിഞ്ഞില്ല. അതാണ് അന്ന് അങ്ങനെ പോട്ടെ. ഞാൻ ഇപ്പോഴത്തെ ചോദിച്ചതാണ്. ഇപ്പൊ കൃത്യമായും എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പൊ ഇത്രയും എന്ന് പറയുന്നത് വളരെ വലിയ ഒരു എമൗണ്ട് ആണ്. വലിയൊരു സോഴ്സ് ഓഫ് ഇതാണ്. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾ ഈ ഇത്രയും ആഭരണം വീട്ടിൽ വെച്ചിരുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണോ? ആഭരണം വീട്ടിലുണ്ടെന്നുള്ളത് എനിക്കറിയാന്നുള്ള കാര്യമായിരുന്നു. എണ്ണത്തിലായിരുന്നു എനിക്ക്. എണ്ണത്തിൽ മാത്രമേ നിങ്ങൾക്ക് സംശയമുള്ളൂ. അന്ന് സംശയം. അപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്ക് അതിഥി തൊഴിലാളികളുമായിട്ട് ഇത്രയും സ്വാതന്ത്ര്യം വീട്ടില് കൊടുത്തിരുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിഥി തൊഴിലാളികളിലെ ഹേമന്ത് വീട്ടിലെ പുറം പണിക്ക് വരുന്ന ഒരാളായിരുന്നു. നേരത്തെ നമ്മൾ വരാറേ ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു വരാറില്ല. കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഉത്തരങ്ങൾ സാക്ഷി പറയുന്നുണ്ട്.
സ്ഥിരം വരാനുള്ള ഒരാളായിരുന്നില്ല. സ്ഥിരം ഇന്ന മാസം ഇന്ന ദിവസം വരണം എന്നൊരാളായിരുന്നില്ല. പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ പുല്ല് പറിക്കാനോ പുല്ല് പറിക്കാനോ അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു പണിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ തൊട്ടടുത്ത് ഒരു ലേബർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വീട്ടിലെ പുറപ്പണിക്ക് വിളിക്കാന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യം. Do you have any other meaning on that question? I am adducing some evidence from that. No. The question is whether they are actually calling the witness. She said she is doing that. Yes. But still you are saying that. ഹേമന്ത് മണ്ഡലുമായിട്ടുള്ള അവരുടെ അടുപ്പം അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നതാണ്. അറിയാമായിരുന്നു. അപ്പൊ ഈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ആളും വല്ലപ്പോഴും വരുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. Every day. Every day is a frequent. Every day can be a regular visitor. One laborer can be. She never said that it is on every day. I'm just asking the husband that whether it is known to him that ഇത്രയും രൂപ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള തൊഴിലാളികളെ വീട്ടിൽ കയറി ഇറങ്ങുന്നതിനടുത്തുള്ള വീട്ടിന്റെ അകത്ത് പണിക്ക് അങ്ങനെ ആരും കയറിയിട്ടില്ല. പണിക്കാണ് വ്യക്തമാക്കുന്നത്. വീട്ടിനകത്ത് ഇതുവരെയും ആരും കയറിയിട്ടില്ല എന്നുള്ളത് തെളിവാക്കാൻ വേണ്ടി എടുത്തു ചോദിച്ചു എന്നേ ഉള്ളൂ. അത് ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടി വീട്ടിനകത്ത് തൊഴിലാളികളെ കയറ്റാറില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ആൻസർ കിട്ടാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചിരുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഭാര്യയെ കൊണ്ടുപോകാതിരുന്നത് മീറ്റിങ്ങിന്? She already stated that. I once again I want the answer. Why she has already stated that it is with regard to the year of retirement. Okay. And they are conducting the meeting as per the year. Okay, sir. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് അതിഥി തൊഴിലാളികളുമായി എന്തെങ്കിലും പണമിടപാടുകൾ ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു പണമിടപാടും ഉണ്ടായിരുന്നില്ല. ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ഹേമന്ത് മണ്ഡൽ എന്ന കുറ്റാരോപിതൻ വന്ന് ചോദിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല. എന്റെ അറിവിൽ ഭാര്യ അടുത്ത് വന്ന് ചോദിച്ചിട്ടും ഇല്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത്രയും ആഭരണം ഉണ്ടായിരുന്നു എന്നുള്ളത്, അതിന് 10 വളകൾ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് പോലീസ് പറയുന്ന സമയത്ത് മാത്രമാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ല, പോലീസ് 20 വള എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് 20 അല്ല. പിന്നെ ഒരു തവണ മനസ്സിലാക്കി 20 അല്ല, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. പോലീസിനോട് റിപ്പോർട്ട് ചെയ്തത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. കൃത്യമായിട്ട് എന്നാന്ന് ഓർക്കുന്നില്ല. പോലീസ് വന്ന് ചോദിച്ച സമയത്തല്ലേ അത് റിപ്പോർട്ട് ചെയ്തത്? പോലീസ് വന്ന് ചോദിച്ചപ്പോഴല്ല, 20 വളയുടെ കാര്യം എപ്പോഴോ പറഞ്ഞപ്പോഴാണ് ഞാൻ 20 അല്ലല്ലോ 10 ഉണ്ടായിരുന്നല്ലോ എന്ന് പിന്നെ ഓർമ്മ വന്നത്. നിങ്ങൾ ഭാര്യയെ കണ്ട സമയത്ത് എങ്ങനായിരുന്നു? കൈയൊക്കെ ഇങ്ങനെ കൈയും കാലും സ്ട്രെച്ച് ചെയ്തിട്ടായിരുന്നു. മുഖത്ത് പില്ലോ ഉണ്ടായിരുന്നു. മുഖം ഫേസ് അപ്പ് പൊസിഷൻ ആയിരുന്നു. മരണപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ വിളിച്ചിട്ട് അനക്കം ഉണ്ടായിരുന്നില്ല. പൾസും ഒന്ന് ശ്വാസമൊക്കെ നോക്കി. അപ്പോൾ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ആ ഒരു ഭയത്തിൽ ഞാൻ സുഹൃത്തിനെ വിളിക്കുകയാണ് ചെയ്തത്. സാധാരണ ഒരു റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വേണ്ടപ്പെട്ട ഒരാള് നിലത്ത് കിടക്കുമ്പോൾ കുലുക്കി വിളിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്തു? ഞാൻ വിളിച്ചു. തട്ടി വിളിച്ചോ? തട്ടി വിളിച്ചു. കുലുക്കി വിളിച്ചു. കുലുക്കി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, തട്ടി വിളിച്ചു. ഉടനെ പൾസ് നോക്കുവാണ് ചെയ്തത്. ഇങ്ങനെ പില്ലോ ഒക്കെ ഫേസിന് ഉടനെ പൾസ് നോക്കുവാണ് ചെയ്തത്. പൾസ് നോക്കാനൊക്കെ നിങ്ങൾക്കറിയാം? കയ്യിലിങ്ങനെ വെക്കുമ്പോൾ ഒരു തട്ട് ഫീൽ ചെയ്യുമല്ലോ, അതാണ് പൾസ് എന്ന് എന്റെ വിശ്വാസത്തിൽ. അങ്ങനെ നോക്കി. നിങ്ങൾ ഉടനെ എന്താ ചെയ്തത്? സുഹൃത്തിനെ വിളിച്ചു. സുഹൃത്ത് ഡോക്ടറാണോ? അല്ല. നിങ്ങളുടെ എത്ര വീട്ടിന്റെ അകലെയാണ് ഹോസ്പിറ്റൽ? ഒരു 3-4 വീട് അപ്പുറത്ത് ഒരു ക്ലിനിക് ഉണ്ട്. ഒരു 3 വീട് അപ്പുറം, എന്റെ വീടും കൂടെ ഉൾപ്പെടുത്തി ഒരു 3 വീട് അപ്പുറം ഒരു ക്ലിനിക് ഉണ്ട്. അവിടെ പരിചയമുണ്ടോ? എന്റെ സുഹൃത്തിന്റെ പരിചയത്തിലുള്ളതാണ്. എനിക്ക് എത്ര നാളായി അവിടെ ക്ലിനിക്ക് നടത്തുന്നു? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒരു 9-10 വർഷമായിട്ടുണ്ട്. 9 വർഷമായി നടത്തുന്ന ഡോക്ടറെ നിങ്ങൾക്കറിയില്ല? ഞാൻ ആ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടുമില്ല. അധികം അങ്ങനെ ബന്ധമുള്ളതല്ല. നാട്ടുകാരുമായിട്ട് നല്ല സഹകരണമുള്ള ആളല്ലേ? നാട്ടുകാരായിട്ട് സഹകരണം ഉള്ളതാണ്. അങ്ങനെ എതിർപ്പോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ ഡോക്ടറെ എന്റെ സുഹൃത്തിനാണ് കൂടുതലും അറിയാവുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഭാര്യ ഇടയ്ക്ക് ഫോൺ ചെയ്തിരുന്നോ? അന്ന് മീറ്റിങ്ങിന് പോയപ്പോ ഇല്ല, ഫോൺ ചെയ്തിരുന്നില്ല. That's all. Re-examination. No.
കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. താങ്കളുടെ ഡെസിഗ്നേഷൻ ഒന്ന് പറയാമോ? സർ, എന്റെ പേര് അഹമ്മദ്. ഞാൻ തിരുവനന്തപുരം പോലീസ് ഡോഗ് സ്ക്വാഡിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. താങ്കൾക്ക് എത്ര വർഷം സർവീസ് ഉണ്ട്? സർ, ഞാൻ 15 വർഷമായിട്ട് ദേ സ്ക്വാഡിൽ ജോലി ചെയ്യുന്നുണ്ട്. സോ യു ആർ എ വെൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. Yes. സോ താങ്കൾ ഇപ്പോൾ ഈ ഒരു ക്രൈം സീനിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡോഗിനെ പറ്റി, അതായത് അത് എന്താണ്? അത് നമ്മുടെ സ്ക്വാഡിലെ തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോഗാണ്. ഒരു മീൽ ലാബ്രഡോർ ആണ്. അപ്പൊ കഴിഞ്ഞൊരു 7 വർഷമായിട്ട് അതിന്റെ ചാർജ് എനിക്കാണ്. ഓക്കെ. സോ അതിന് ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു. അതെ. ഇപ്പം കഴിഞ്ഞൊരു 2-3 വർഷത്തെ കണക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ വളരെ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പല കേസുകളിലും ഒഫൻഡറിന്റെ പാത്ത് കണ്ടുപിടിക്കാൻ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു ഡോഗാണ്. സോ താങ്കൾ 25/4/2022 ക്രൈം സീനിൽ വന്നപ്പോൾ താങ്കൾ എന്തായിരുന്നു ഫോളോ അപ്പ് ചെയ്തത്? സർ, നമുക്ക് മെഡിക്കൽ കോളേജ് SHOയുടെ പോലീസ് സ്റ്റേഷനിലെ SHOയുടെ റിക്വയർമെന്റ്, ഒരു ഡോഗ് സ്ക്വാഡിന്റെ റിക്വയർമെന്റ് ഉണ്ട്, ഈ പറയുന്ന ക്രൈം സീനിലേക്ക് റിക്വയർമെന്റ് ഉണ്ടെന്ന് ഒരു മെസ്സേജ് വന്നു. അത് ഈ പറയുന്ന 25/4/22 3 മണിക്കാണ് നമുക്ക് റിക്വയർമെന്റ് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നത്. നമ്മൾ 3:25 ആയപ്പോഴത്തേക്കും ക്രൈം സീനിലെത്തി. സീൻ കാണിച്ചു തരുന്നത് SHO ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടത് മധ്യവയസ്കയായ ഒരു സ്ത്രീയുടെ മൃതദേഹം മലർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. കാലുകൾ നിവർന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവരുടെ തലയുടെ ഭാഗത്തായിട്ടൊരു തലയിണയും ഉണ്ടായിരുന്നു ആ ബോഡിയുടെ ഭാഗത്തായിട്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഡോഗിനെ കൊണ്ടുവന്നു. ഞാൻ തന്നെയാണ് പോയത് ഡോഗിന്റെ കൂടെ. അപ്പൊ ഡോഗ് പില്ലോയും ബോഡിയും ആ കിടപ്പുമുറി പരിസരങ്ങളൊക്കെ സ്നിഫ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത വീടിന്റെ എൻട്രി ഡോറിന്റെ ഫ്രണ്ടിൽ പോയി കുറച്ചു നേരം നിന്നു. അവിടെ കുറച്ചു നേരം അത് മണത്തു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ നമ്മള് ഈ ഒരു ഡോഗ് കാണിച്ചു തന്ന ഒരു പാത്വേന്ന് നമുക്ക് മനസ്സിലായത് ഒഫൻഡർ എന്ന് നമ്മള് സംശയിക്കുന്ന ആളല്ലേ. ഒഫൻഡർ ക്രൈം സീനിൽ നിന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി, അത് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ചിലപ്പോൾ അയാൾ ബസ് കയറി രക്ഷപ്പെട്ടതാകാം എന്നുള്ളൊരു നിഗമനത്തിൽ അന്ന് എത്തിച്ചേർന്നിരുന്നു. ആൻഡ് പിന്നീട് SHO തന്ന ഒരു വിവരത്തിൽ നിന്നാണ് അറിഞ്ഞത് ആ തൊട്ടടുത്ത വീട്ടിൽ കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡോഗ്, സ്നിഫർ ഡോഗ് വന്ന് മണപ്പിക്കുമ്പോൾ അത് ഒരുപാട് ആ സ്ഥലത്ത് ഓൾറെഡി ഒരുപാട് പ്രസൻസ് കാണും, സ്മെൽസിന്റെ. ഒരുപാട് ആൾക്കാരുടെ നടമാട്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഒരു ഡൊമീനിയൻ സ്മെൽ എന്ന് പറയുന്നത് ആ ക്രൈം സീനിലുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ബേസിക്കലി ഒരു അക്യൂസ്ഡ്, ഇപ്പോഴത്തെ അക്യൂസ്ഡ് എന്ന് തന്നെ വിചാരിക്കുക. അപ്പം അക്യൂസ്ഡിന്റെ സ്മെൽ ഏറ്റവും കൂടുതൽ ആ ക്രൈം സീനിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ഫോളോ അപ്പ് ചെയ്യും ഈ സ്നിഫർ ഡോഗ്. അതെ സർ, ഞാൻ നോർമലി ഡോഗ്സിന്റെ കേസ് തന്നെ പറയാം. അപ്പം ഡോഗ്സിനാണെങ്കിലും ഇപ്പം സ്നിഫർ ഡോഗ് എന്നല്ല, ഏത് ഡോഗ് ആണെങ്കിലും അവർക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, നമ്മുടെ മൂഡ് എങ്ങനെയായിരിക്കും, നമ്മൾ ഡിപ്രസ്ഡ് ആണോ, നമുക്ക് എന്തെങ്കിലും ഭയം ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരെ ഡിറ്റക്ട് ചെയ്യാൻ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് ഡോഗ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്നിഫർ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ ഡോമിനന്റ് ആയിട്ടുള്ള സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനും ഈ പറയുന്ന ബാക്കി സ്മെല്ലുകളിൽ നിന്ന് ഈ ഡോമിനന്റ് സ്മെല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ തന്നെ നമ്മൾ ആ ഒരു ഗ്രോത്ത് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാണ് അവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അക്യൂസ്ഡ് തന്നെയാണ്, അക്യൂസ്ഡ് തൊട്ടടുത്തുള്ള താമസക്കാരനാണ്. അപ്പം ഈ സ്നിഫർ ഡോഗ് ഫ്രണ്ട് ഡോർ വഴി ആണ് ആ മൈഗ്രൈൻ ലേബറിന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നത്, അതോ ബാക്ക് ഡോർ വഴിയാണ്? ഫ്രണ്ട് ഡോർ വഴി തന്നെയാണ് അല്ലെ? ഫ്രണ്ട് ഡോർ വഴിയാണ് പോകുന്നത്. ഫ്രണ്ട് ഡോർ വഴി പോയിട്ട് അതിന്റെ എൻട്രൻസ് ഫ്രണ്ട് ഡോർ വഴി, സോറി സർ, ഫ്രണ്ട് ഡോർ വരെ പോകുന്നു അല്ലെ? അത് എൻറ്റർ ചെയ്യുന്നില്ല, ഓൾറെഡി അത് ലോക്ക് ചെയ്തിട്ട് അത് പിന്നെ ഡയറക്ഷൻ ബസ് സ്റ്റാൻഡിലോട്ട് പോയി എന്ന് പറഞ്ഞു അല്ലെ? അത് സർ, She has already stated that the sniffer dog went outside. They went to the other house, friend of the other house. No, it is already stated. That fact is already stated by the witness. It is not a new evidence.
സർ ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. സർ നമ്മൾ അടുത്ത വീട്ടിൽ പോയി ഡോഗ് കുറച്ചു നേരം നിന്നു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഫ്രണ്ട് ഡോറിനെ പറ്റിയാണോ അതോ ഡോഗ് ഈ വീട്ടിൽ നിന്ന് ക്രൈം സീനിൽ നിന്ന് ഇറങ്ങിയത് പുറകുവശത്തൂടെയാണ് ഇറങ്ങി പോകുന്നത്? മറ്റേ വീടിന്റെ ഫ്രണ്ട് ഡോറിൽ പോയി നിൽക്കുന്നു. ഞാൻ അങ്ങനെ ഡോറിൽ പോയി നിൽക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് ബസ് സ്റ്റോപ്പിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഇൻസിഡന്റ് നടക്കുന്ന കേശവാസുരം അല്ലെ? അപ്പം ഇവിടുന്ന് 3 ഡയറക്ഷനിലേക്കാണ് നോർമലി ബസ് ഉള്ളത്. ഒന്ന് ശ്രീകാര്യം, ഒന്ന് മെഡിക്കൽ കോളേജ്, ഒന്ന് MG കോളേജ് അങ്ങോട്ട് പോകുന്നത് അല്ലെ? ഇതിപ്പോ ഏത് ബസ് സ്റ്റോപ്പിലാണ് ഈ സ്നിഫർ ഡോഗ് പോയി നിന്നത്? ശ്രീകാര്യം. ശ്രീകാര്യം. ഓക്കെ, ശ്രീകാര്യത്തിൽ നിന്ന് നമുക്ക് തമ്പാനൂരിലേക്കും പോകാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ് പോയി നിൽക്കുന്നത്. ഓക്കെ. The witness clarified that the sniffer dog went to the bus stand. You can do if you do have any dispute with regard to the bus stop? No, the question is, she doesn't know which position he went. Only thing is that she has stated that the sniffer dog went to that bus stand. പ്രതി പോയതെന്നല്ല ചോദ്യം. You can ask anyone for 60. ഓക്കെ, അപ്പം ഞാനൊന്ന് റീചെക്ക് ചെയ്യാണ്. അപ്പം ഈ അക്യൂസ്ഡ് ഏറ്റവും കൂടുതൽ ആ ക്രൈം സീനിൽ പ്രസന്റ് ഉണ്ടായിരുന്ന ആ ക്രിമിനലിന്റെ ഡൊമിനിയൻ സ്മെൽ, സ്നിഫർ ഡോഗ് സ്മെൽ ചെയ്യുന്നു. അക്യൂസ്ഡ് പോയ വഴി തന്നെ അത് പോയി. അദ്ദേഹം സ്റ്റേ ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ കൃത്യമായി പോയി നിന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകും. അതും അദ്ദേഹം വൈകിട്ട് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പാസഞ്ചർ. ഓക്കെ, സോറി സർ. സോ അദ്ദേഹം പോകാൻ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോയി നിൽക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. NW2 എത്ര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നായയെ കൊണ്ട് സ്മെല്ല് ചെയ്യിച്ചത്? കൊലപാതകം നടന്നത് അറിഞ്ഞു കഴിഞ്ഞ് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നായയെ കൊണ്ട് സ്മെല്ല് ചെയ്യിച്ചത്? നമുക്ക് ഡോഗ് സ്ക്വാഡിന്റെ റിക്വയർമെന്റ് അറിയിച്ച് മെസ്സേജ് വന്നത് 3 മണിക്കാണ്. കൊലപാതകം നടന്ന സമയം എനിക്ക് അറിയത്തില്ല. നമുക്ക് 3 മണിക്ക് മെസ്സേജ് വന്നു. 3:25 ക്രൈം സീനിലെത്തി. സാധാരണഗതിയിൽ ഈ സ്മെല്ല് എത്ര മണിക്കൂർ വരെ ആ പരിസരത്ത് നിലനിൽക്കും? സാധാരണ നിലയിൽ ഒരു 4-5 മണിക്കൂർ വരെയൊക്കെ നിലനിൽക്കും. 4-5 മണിക്കൂർ നിലനിൽക്കും. ഏറ്റവും കൂടുതൽ ഡോമിനൻസ് സ്മെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും കൂടെ വിശദീകരിക്കാമോ? ഡോമിനൻസ് സ്മെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കുറ്റവാളി, അതായത് ആ ഒരു ബോഡിയുമായിട്ട് ഏറ്റവും കൂടുതൽ നേരം ആരാണോ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്, കുറ്റവാളി എന്നുള്ള വാക്കല്ല പറയാ ഞാൻ ചോദിച്ചത്. കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആള് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത് അതല്ല, എന്താണ് ഡോമിനൻസ് സ്മെൽ എന്നാൽ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമാണ്. ഏത് ഒരു ബോഡിക്കാണോ ഈ നമ്മളിപ്പോ ക്രൈം സീനിൽ നിന്ന് കണ്ട ബോഡിയുമായിട്ട് കൂടുതൽ നേരം കോണ്ടാക്ട് വന്നിരിക്കുന്നത്, ആ ഒരു സമയത്തെ സ്മെൽ, ആ ഒരു സ്മെല്ലിനെയാണ് ഡോമിനന്റ് സ്മെൽ എന്ന് പറയുന്നത്. അപ്പൊ 4 മണിക്കൂർ അത് നിലനിൽക്കും. അതെ. നായയെ കൊണ്ട് എവിടെയൊക്കെയാണ് മണപ്പിച്ചതെന്ന് ഒരിക്കൽ കൂടെ പറയാം. മൃതദേഹം, പില്ലോ, പിന്നെ സറൗണ്ടിങ്സ്, ആ റൂം, അതിന്റെ അലമാര, കിടക്ക, പിന്നെ ആ ഒരു റൂമിന്റെ അകം, വീടിന്റെ അകം. ഈ തലയണയിൽ മണപ്പിച്ചിട്ട് നായ രാജേന്ദ്രൻ പിള്ളയുടെ അടുത്ത് പോയോ? ഇല്ല. ശരീരത്തിൽ മണപ്പിച്ചിട്ട് രാജേന്ദ്രൻ പിള്ളയുടെ അടുത്ത് പോയോ? ഈ 2 ഭാഗത്തും രാജേന്ദ്രൻ പിള്ള വളരെയധികം സമയം കുലുക്കി വിളിക്കുകയും തലയണ എടുത്തു മാറ്റുകയൊക്കെ ചെയ്തതല്ലേ? അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അല്ല, വളരെയധികം സമയം അങ്ങനെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡോഗ് രാജേന്ദ്രൻ പിള്ളയുടെ അടുത്തേക്ക് പോകേണ്ടതാണ്, ആ ഒരു ഡൊമിനൻസ് സ്മെല്ല് പുള്ളിയുടേതായിരുന്നെങ്കിൽ. പക്ഷെ അതല്ല എന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾറെഡി സ്നിഫർ ഡോഗ് ഈ പറയുന്ന ഡൊമിനൻസ് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ അത്രയ്ക്ക് എഫിഷ്യന്റ് ആണ്. അപ്പൊ അതിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മെസ്സേജ് ഒപ്പീനിയൻ അംഗീകരിക്കുന്നു. നായ ബോഡിയുടെ അടുത്തു നിന്നും തിരിച്ച് അലമാരയുടെ അടുത്തേക്ക് പോയോ? ബോഡിയുടെ അടുത്ത് നിന്നും മണപ്പിച്ചിട്ട് അലമാരയുടെ അടുത്തേക്ക് പോയോ? ആദ്യം ബോഡി, പില്ലോ, പിന്നെ അലമാര, നിങ്ങൾ മണപ്പിച്ചതല്ലേ? അതിനെ നിങ്ങൾ മണപ്പിക്കുന്നതല്ലേ? അത് തനിച്ച് വന്ന് മണക്കുന്നതല്ലല്ലോ. സ്വാഭാവികമായിട്ടും ക്രൈം സീൻ നിങ്ങൾ അതിനെ ഫ്രീ ആക്കുമ്പോ ട്രേസിംഗ് ദി പാത്ത്. അപ്പൊ എങ്ങോട്ടാണ് ആദ്യം അത് പോയത്? അത് വീടിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്ത പുറത്തേക്കാണ് പോയത്. വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് പോയിട്ട്
തൊട്ടടുത്ത വീട്ടിലേക്ക്. തൊട്ടടുത്ത വീട്ടില് അത് എങ്ങനെയാ പോയത്? മതിൽ ചാടി പോയോ? ഗേറ്റ് വഴി തന്നെ പോയോ? അടുക്കള വഴി, അടുക്കള ബാക്കിലൂടെയാണ് ഇറങ്ങുന്നത്. അപ്പം അടുക്കള വഴി അത് ഇറങ്ങി, ഗേറ്റ് ഒന്നും ഇല്ലായിരുന്നു. നേരെ ഗേറ്റ് ഇല്ല ഈ വീട്ടിന്? ഇല്ല. ഗേറ്റ് ഇല്ലാത്ത വീടാണോ? അതെ. ഗേറ്റ് ഉണ്ട്. ഈ പറഞ്ഞ 2 സർക്കാർ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന വീടിന് ഗേറ്റ് ഇല്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഗേറ്റ് ഉള്ള വീട് തന്നെയാണ്. അപ്പൊ ആ ഭാഗത്തിനെ കുറിച്ച് ഡോഗ് സ്ക്വാഡ് ട്രെയിനർ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് നായ അതിഥിത്തൊഴിലാളികളുടെ വീട്ടിന്റെ അടുത്ത് എത്തിയിട്ട് ആ ഡോറിന്റെ ആ ഭാഗത്ത് എത്തിയിട്ട് അതെന്താ ചെയ്തത്? അവിടെ നിന്നു. അതെ, അത് സൂക്ഷ്മമായിട്ട് അവിടെ മണപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചുനേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. ഇപ്പൊ ഈ ഭാഗത്തൊന്നും മണപ്പിക്കാത്ത അത്ര സൂക്ഷ്മമായിട്ട് അവിടെ മണപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അത് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ പോയി. എന്നിട്ട് ബസ് സ്റ്റോപ്പിനകത്ത് അവിടെ എന്താ ചെയ്തത്? അവിടെയും കുറച്ചു നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് ഡോഗ് നമ്മളെ എങ്ങോട്ടും ലീഡ് ചെയ്തില്ല. ആ ഒരു ഡോഗ് നമ്മളെ കാണിച്ചു തന്ന വഴിയും അതിനപ്പുറം അത് പോകുന്നില്ല എന്നുകൂടി കണ്ടപ്പോഴാണ് ഒഫൻഡർ ചിലപ്പോ ബസ്സിൽ കയറി. നിങ്ങൾ ആ ഡോറ് തുറന്ന് പരിശോധിക്കാൻ മുതിർന്നില്ല? ഇല്ല, അത് ലോക്ക്ഡ് ആണെന്ന് ഓൾറെഡി എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ എൻട്രി ഡോഗ് ആ വാതിലിന്റെ അടുത്ത് നിന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ കണ്ടത്? അതെ. That's all. PW3, CW3, രംഗരാജ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. Is it a prosecution witness or is it defense witness? CW3 എന്താണ് നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? സർ, ഞാൻ ചെന്നൈ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ ഇൻസ്പെക്ടറാണ് രംഗരാജ്. 25/4/2022 മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്രൈം നമ്പർ 302/2022 അതിൽ അക്യൂസ്ഡ് എന്ന് സംശയിക്കുന്ന ഒരാളിന്റെ ഫോട്ടോഗ്രാഫും അയാളെ കണ്ടാൽ ഡീറ്റെയിൻ ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഒരു മെയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെന്നൈ റെയിൽവേ പോലീസിന്. അതിൻ പ്രകാരം 26-ാം തീയതി മുതൽ വരുന്ന എല്ലാ പാസഞ്ചേഴ്സിനെയും ഞങ്ങൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ തന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫുമായിട്ട് സാമ്യമുള്ള ഒരാളെ CCTV-യിൽ കൂടെ ഏകദേശം 26-ാം തീയതി രാവിലെ 7 മണിക്ക് ഞാൻ കാണുകയും ഞാൻ അയാളെ ഡീറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെ ക്വസ്റ്റ്യൻ ചെയ്തു. അയാളെ പരിശോധിച്ചതിൽ നിന്നും അയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ 3,01,000 രൂപയും ഒരു അൺറിസർവ്ഡ് റെയിൽവേ ടിക്കറ്റും ഒരു മൊബൈൽ ഫോണും അയാളുടെ കുറച്ച് ഡ്രസ്സും ഒരു ആധാർ കാർഡും ഉണ്ടായിരുന്നു. ടിക്കറ്റ് എവിടെ നിന്ന് എവിടോട്ടുള്ളതാണ്? അത് ട്രിവാൻഡ്രം ടു ചെന്നൈ ആയിരുന്നു. ടിക്കറ്റ് റിസർവ്ഡ് ആയിരുന്നു? അല്ല, അൺറിസർവ്ഡ് ആയിരുന്നു. അപ്പോ ഈ ആളിനെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്? ഇപ്പൊ നമ്മൾ ഇത്രയും പേര് വരുന്നല്ലേ, ആൾക്കാർ ഒത്തിരി പേര് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജിന്റെ മാത്രം ബേസിൽ ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങനെ അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി? സർ, ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്ന നിലയിൽ ലെഫ്റ്റ് ഐബ്രോയിൽ ഒരു മുറിപ്പാടും ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ആളാണെന്നൊരു? അതെ, എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി എന്താണ് നമ്മൾ ചെയ്തത്? ഞാൻ അയാളോട് സംസാരിക്കുകയും അയാളെ ഡീറ്റെയിൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ. എന്നിട്ട് അയാളുടെ കയ്യില് സാധനങ്ങൾ പരിശോധിച്ചതിൽ നിന്നും സംസാരിച്ചോ? സംസാരിച്ചു. എങ്ങനെ വന്നു? ഞാൻ ചോദിച്ചു. അപ്പൊ ഒരു ചിട്ടി വീണ പൈസയാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അത് ഈ കാര്യം നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഇദ്ദേഹത്തെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി? അതെ, കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. ശരി, ഓക്കെ, താങ്ക് യു. ഇൻസ്പെക്ടർ, താങ്കൾ പ്രതിയെ സംശയാസ്പദമായി ചെന്നൈ വെച്ച് പിടികൂടി എന്ന് പറഞ്ഞു. താങ്കൾ രൂപസാദൃശ്യത്തിന്റെ ചില അടയാളങ്ങളും പറഞ്ഞു. താങ്കൾ CCTV ദൃശ്യങ്ങളിലൂടെ എന്ത് ഫീച്ചർ ഉപയോഗിച്ചാണ്, ചിലരുടെ മുടി, പൊക്കം, വണ്ണം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ദൂരെയുള്ള CCTV വഴി ഐഡന്റിഫൈ ചെയ്യുന്നത്. അത്തരത്തിൽ ഏത് ഫീച്ചറാണ് താങ്കൾ ഈ പ്രതി ഐഡന്റിഫൈ ചെയ്യാൻ ആദ്യം? എനിക്ക് കിട്ടിയത് വളരെ വ്യക്തമായ ഒരു ഫോട്ടോഗ്രാഫ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മുറിപ്പാട് അതും ഉണ്ടായിരുന്നു. ആ മുറിപ്പാട് നമുക്ക് CCTV-യിലൂടെ കാണാൻ സാധിക്കില്ലെന്ന് നമുക്ക് സൂം ചെയ്യാൻ പറ്റുമല്ലോ.
ഒരാൾ വരുമ്പോൾ നടന്നു പോകുമ്പോൾ എത്രാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് താങ്കൾ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 7-ൽ വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. 7-ൽ വെച്ചിട്ടാണ് താങ്കൾ അത് കണ്ടത്. എന്നിട്ടും താങ്കൾ സൂക്ഷ്മമായി ആ പുരിയത്തിന് മുകളിലുള്ളത് കണ്ടു. ഓക്കെ, താങ്കൾ കണ്ടെടുത്ത ബാഗിൽ നിന്നും കുറേയേറെ സാധനങ്ങൾ താങ്കൾ ലിസ്റ്റ് ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി അതൊന്ന് പറയാൻ സാധിക്കുമോ? ഒരു മൊബൈൽ ഫോൺ, ഒരു ആധാർ കാർഡ്, ഈ ട്രിവാൻഡ്രം ടു ചെന്നൈയിലോട്ടുള്ള ഒരു അൺറിസർവ്ഡ് ട്രെയിൻ ടിക്കറ്റ്, പിന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ. അപ്പോൾ രൂപയും ഉണ്ട്. 3,100,000 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3,100,000 രൂപയും കിട്ടിയിരുന്നു. താങ്കൾ ആ ബാഗ് കണ്ടെടുക്കുമ്പോൾ, മൊബൈൽ ഫോൺ വീണ്ടെടുക്കുമ്പോൾ ആ മൊബൈൽ ഫോണിന്റെ അവസ്ഥ എന്തായിരുന്നു? അത് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. സ്വിച്ച്ഡ് ഓഫ്. അതെ. താങ്കൾ ഏറെ ചോദ്യങ്ങളൊക്കെ ആളോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? സഹകരിക്കായിരുന്നു ചെയ്തത്. നോർമലായിട്ടായിരുന്നു ബിഹേവ് ചെയ്തത്. പ്രത്യേകിച്ച് പരിഭ്രമമോ ഒന്നുമില്ല. താങ്കൾ എന്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യലോ ഡീറ്റെയിൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ഒരിക്കലെങ്കിലും? ഇല്ല, എന്നോട് ചോദിച്ചിട്ടില്ല. താങ്കൾ 30,000 രൂപ ആ ബാഗിനുള്ളിൽ നിന്ന് തന്നെയാണ് കണ്ടെടുത്തതെന്ന് ഉറപ്പാണല്ലോ? 30,000 അല്ല, 3,100,000 രൂപയാണ്. 3,00,000 രൂപ കണ്ടെടുത്തു. അതെ. 1,000 രൂപ പ്രത്യേകിച്ചും 3,00,000 ഒരു ബണ്ടിലായിട്ടും 1,000 രൂപ സെപ്പറേറ്റും ആയിട്ടാണ് കണ്ടത്. താങ്കൾ അദ്ദേഹത്തോട് ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത്? ചിട്ടി വീണ പൈസയാണെന്നാണ് പറഞ്ഞത്. ചിട്ടി വീണ പൈസ. താങ്കൾ അത് സീസ് ചെയ്യുമ്പം താങ്കൾ അതിന്റെ ഡിനോമിനേഷനും അതിന്റെ നമ്പറും ഒക്കെ നോട്ട് ചെയ്തിരുന്നു? ഇല്ല, ഓർക്കുന്നില്ല. അത് താങ്കളുടെ ഉത്തരവാദിത്തമാണ്, ഞാൻ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ അത് ഓർക്കുന്നില്ല. കാരണം നമുക്ക് ഈ നോട്ട് എവിടെ നിന്ന് വന്നതാണെന്നും ഇത് അവിടെ നിന്ന് തന്നെ കൊടുത്തതാണെന്നും വീണ്ടും നമുക്കൊന്ന് റീ എക്സാമിൻ ചെയ്യും. അത് ഒരു വലിയ തെളിവായിരുന്നു എന്ന് താങ്കൾക്ക് ഇപ്പൊ ബോധ്യപ്പെടുന്നുണ്ടോ? ചെയ്തിരുന്നു, ഓർക്കുന്നില്ല. പക്ഷെ അത് ഇവിടെ ഒരിടത്തും കാണാനില്ല. താങ്കൾ ആ നോട്ടുകെട്ടുകൾ, നോട്ടിന്റെ നമ്പറോ നോട്ടിന്റെ ഡിനോമിനേഷനോ ഒരിടത്തും രേഖപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായത്. അത് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ. താങ്കൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഐഡന്റി കാർഡ് കണ്ടായിരുന്നു. ഐഡന്റി കാർഡില്ല, ആധാർ കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് നോക്കി പേര് ചോദിച്ചു. ഹേമന്ത് മണ്ടേലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ക്യാഷ് ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് അത് എവിടെ നിന്നാണ് അന്വേഷിച്ചിരുന്നു. അപ്പോ പറഞ്ഞു ഈ ചിട്ടി വീണ പൈസയാണെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകുന്നു എന്ന് എന്തെങ്കിലും നേറ്റീവ് പ്ലേസിലോട്ട് പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതിന് എന്തുകൊണ്ട് ചെന്നൈയിൽ ഇറങ്ങി എന്ന് താങ്കൾ? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ദാറ്റ്സ് ഓൾ. താങ്ക് യു. PW4, CW4, Krishnan. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. കൃഷ്ണനാണ് ഇവരുടെ ഏരിയയിലൊക്കെ പാല് കൊടുക്കുന്നത് അല്ലെ? 25/4/2022 എത്ര മണിക്കാണ് പാല് ആ വീട്ടിലേക്ക് കൊടുത്തത്? பால் கொடுத்ததா? பால் காலையிலே கொடுத்து 6 மணி அந்த மாதிரி கொடுக்கும். അത് കഴിഞ്ഞ് നിങ്ങൾ എത്ര മണിക്കാണ് തിരിച്ചവിടെ വരുന്നത്? 10:45 அந்த மாதிரி വന്ന്. ഈ 10:45 എന്നുള്ള സമയം കൃത്യമായി ഓർക്കാനുള്ള കാരണം എന്താ? இல்லை, எனக்கு 11 மணிக்கிட்ட அந்த மாடுக்கெல்லாம் வாங்குறதுக்கு போகணும். அப்போ அது அது காசுக்காக நான் போய் അവിടെ. அப்போ നിങ്ങൾ ആ വീട്ടിൽ വന്നപ്പോ കണ്ട കാര്യങ്ങളൊന്ന് കോടതിയെ ബോധ്യപ്പെടുത്താമോ? நான் அங்க போயப்போ போய் பெல் அடிச்சு, அப்போ டோர் ஓப்பன் ஆயிட்டு தான் இருந்தது. ஆனா யாரும் இல்லை, வாதல்ல யாரும் இல்லை. அப்போ நான் பெல் அடிச்சு, அப்போ அம்மா வந்துட்டு அவரு പറഞ്ഞ, நான் சொல்லி அம்மா எனக்கு பேலன்ஸ் அமௌண்ட் இருக்கு, அது கொடுக்கணும் அப்படி சொல்லி. அப்போ அவரு நான் கொடுக்கான்னு പറഞ്ഞ് அவர் உள்ள போய் மணி எடுத்துட்டு வந்தேன். அப்போ அவரு അവിടെ ഹേമന്ത് മണ്ഡൽ അവിടെ നിന്നിട്ട് ഇരുന്നത്. அவரை கண்டு പിന്നെ അമ്മ என்கிட்ட பணம் கொடுத்து, அப்போ அவர் உள்ள போயிருக்கப்போ நான் ஹேமந்த் மண்டல் கிட்ட பேசி, அப்போ என்ன ஜோலிக்கு போகலையான்னு. அப்போ அவரு പറഞ്ഞ് எனக்கு உடம்பு சரியில்லை, அதனால நான் வேலைக்கு போகலைன்னு. പിന്നെ അമ്മ എൻ്റെ കാശ് കൊടുത്തപ്പോ അമ്മ കിட்ட கொஞ்ச നേരം സംസാരിച്ചിട്ട് പിന്നെ ഞാൻ പോയി. നിങ്ങൾ പോകുന്ന സമയത്ത് ഹേമന്ത് മണ്ഡൽ അവിടെ ഉണ്ടായിരുന്നു? അവിടെ ഇരുന്നു. That's all, Your Honor.
മിസ്റ്റർ കൃഷ്ണൻ, നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് പാൽ കൊടുക്കുന്നത് പറഞ്ഞത്? 6 മണിക്ക് ഞാൻ എല്ലാവരും വീട്ടുക്കും സ്റ്റാർട്ട് ചെയ്യും. അവിടെ എത്ര വീടുകളിൽ നിങ്ങൾ പാൽ കൊടുക്കുന്നുണ്ട്? அந்த ஏரியால ஒரு 10 വീട് കിട്ട കൊടുക്കും. 10 വീട്ടിൽ പാല് കൊടുത്തിട്ട്, അപ്പൊ നിങ്ങൾ ഈ പാല് 6 മണിക്ക് പാല് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ടാണോ 10:45 എന്ന് പറയുന്നത് തിരിച്ചു വന്നത്? ഇല്ല, எல்லாருக்கும் பால் கொடுத்துட்டு என்னோட அந்த ஐட்டம் எல்லாம் பால் கொடுக்கற சாதனம் எல்லாம் இருக்குல்ல அதெல்லாம் வச்சுட்டு പിന്നെ വന്നാണ് ഞാൻ അതാ ലേറ്റ് ആയി പോയി. ശരി, അപ്പൊ നിങ്ങൾക്ക് 350 രൂപയാണ് തരാനുണ്ടെന്ന് പറഞ്ഞിരുന്നത്. ആമാ ആമാ. അപ്പം നിങ്ങൾ എത്ര ഗ്ലാസ് പാലാണ് സരോജനമ്മയ്ക്ക് കൊടുക്കുന്നത്? 1/2 ലിറ്റർ പാൽ. അപ്പൊ എത്ര രൂപ നിങ്ങൾ 1 ലിറ്റർ പാലിന് എത്ര രൂപയാണ്? 40 രൂപ. ബാക്കി പൈസയാണ് നിങ്ങളത് ആമാ, ബാലൻസ് ഇരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ എത്തുമ്പം പിന്നെ ഹേമന്ത് മണ്ഡൽ പുറത്ത് വരാന്തി നിൽക്കുമായിരുന്നു അല്ലേ? വരാന്ത അല്ല, ഉള്ളിൽ அந்த ഹാളുക്ക് ഉള്ളിലാണ് നിന്നിട്ടിരുന്നത്. ഹാളില് ഉള്ളിൽ നിൽക്കണമെന്ന് പറയണമെന്ന് പോലീസ് നിങ്ങളോട് പറഞ്ഞിരുന്നു? ഇല്ല ഇല്ല, ഞാൻ കണ്ടതാ പറയുന്നത്. ശരി, നേരത്തെ നിങ്ങൾ ഹേമന്ത് മണ്ഡലിനെ അതിനുള്ളിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? വീടിനുള്ളില് നേരത്തെ മുന്നാടി മുമ്പ്? ഇല്ല ഇല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ഹേമന്ത് മണ്ഡലിനെ വീടിനുള്ളിൽ വെച്ച് കാണുന്നത്. ശരി, നിങ്ങൾ സരോജിനി അമ്മയുടെ പണം വല്ലതും കടം വാങ്ങിയിരുന്നോ? ഇല്ല ഇല്ല, പണമൊന്നും ഇല്ല, കടനെല്ലാം വാങ്ങിയതില്ല. അവിടെ കണ്ടപ്പോ ഈ ഇതിനു ശേഷം സരോജിനി അമ്മ കൊല്ലപ്പെട്ട കാര്യം നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? അപ്പുറം ഒരു ഈവനിംഗ്ലെ പാൽ കൊടുക്ക പോകുമ്പോൾ അപ്പോ ഞാൻ കേൾവിപ്പെട്ട അവര് എപ്പടി ഇറന്നു പോയി. ശരി, അപ്പം നിങ്ങള് ഈ 11 മണി വരെ നിങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങള് 11 മണി കിട്ട കിളമ്പി കേസി മുടിച്ചിട്ട് കിളമ്പി അവിടെ നിന്ന് നിങ്ങൾ പോന്നു. അപ്പൊ ഹേമന്ത് മണ്ഡൽ ആണ് കൊന്നെന്ന് നിങ്ങൾ പറയുന്നു. ഹേമന്ത് മണ്ഡൽ ോട് ചോദിച്ചാൽ You are asking that? You are asking the witness that? അല്ല, അവര് You are asked. No, let me come to the point. No. What is your question? You are asking that. ഹേമന്ത് മണ്ഡൽ. ഹേമന്ത് മണ്ഡലിനോട് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഹേമന്ത് മണ്ഡൽ പറയുമോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അല്ല, ഇവര് കള്ളം പറയുന്നു. The question is, you are asking to the witness that whether the Hemant Mandal has committed the crime. അങ്ങനെയല്ല സർ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. That's what your question. Sorry sir, I didn't mean that. Are you appearing for the prosecution or are you appearing for the defense? No, for the defense only. From what is the court? It is seen that you are supporting the prosecution. No, sir, no, I'm not telling that. I just want to know that Hemant Mandal was അവിടെ ഇല്ല എന്നാണ് എനിക്ക് പറഞ്ഞു വരേണ്ടത്. But actually what you have stated is, okay, sorry sir, it is supporting the prosecution. No, I'm for the defense only. That's all, Your Honor. That is better. Can you identify the accused in the court? Yes sir. Whether he is there? അവിടെ. Yes. Thank you. Any re-examination? No re-examination. Witness, you can. PW5, CW5, Robert Pice. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. So, can you please mention your designation? That means what you're working for now. Your Honor, I'm headmaster Chala Government Boys LPS School. So, how many years of experience do you have? I have 5 years of experience. So, being responsible as a headmaster, so you have well credibility. So, as per the document 9, Sisha Mercer, you have what you have witnessed at the Jaya Jewelry, Chala, on 28/4/2022. Can you please explain? Yes, sir. Jaya Jewelry SHO along with a person called Hemant Mandal വന്നായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് out of inquisitiveness, I just wanted to know what was going on there. അവിടെ പോയപ്പോ ജയ ജ്വല്ലറിയിൽ വെച്ച് ഹേമന്ത് മണ്ഡൽ മിസ്റ്റർ നരസിംഹനെ കാണിച്ചിട്ട് പറഞ്ഞ്
ഇദ്ദേഹം എടുത്തിട്ട് 10 വളയൽ, അതായത് സരോജിനി അമ്മ വീട്ടിൽ നിന്ന് എടുത്ത് 10 ഗോൾഡ് വളയൽ കൊടുത്തിട്ട് 3 ലക്ഷം നാം മേടിച്ചു അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഹേമന്ത് മണ്ഡൽ പറഞ്ഞു അതിനുശേഷം ചെന്നൈക്ക് പോകാൻ വേണ്ടി ട്രിവാൻഡ്രം ടു ചെന്നൈ മെയിലില് അവർ പോയി അങ്ങനെ പറഞ്ഞു. Later, Narasimhan also stated that he has purchased that 10 gold bangles from Hemant Mandal for rupees 3 lakhs. So you have witnessed that Narasimhan has accepted that he has purchased from Hemant Mandal. Yes, sir. Okay. So have you seen Narasimhan weighing 75 grams? Yes, before handing it over. That means in molten state. In molten gold was handed over to the police officer by Narasimhan, which weighed 75 grams. No, what I am asking is that he just handed over that means I'm handing over you 75 grams. Just he told like that, or whether you have seen it weighing? I saw them weighing it. You have seen it weighing? Yes, sir. Okay. So that's all. നിങ്ങൾ ചാല ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണോ? Yes, ma'am. ചാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണോ? ചാല ഗവൺമെന്റ് ബോയ്സ് LPS സ്കൂളിലൂടെ ഹെഡ് മാസ്റ്റർ ആണ്. ഹെഡ് മാസ്റ്റർ ആണ്. അന്നത്തെ ദിവസം സ്കൂളിൽ റെഗുലർ ക്ലാസ് ഉണ്ടായിരുന്നു. റെഗുലർ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോ ഈ സംഭവം നടക്കുന്നത് എത്ര മണിക്കാണ്? ആ സമയം ഓർക്കുന്നില്ല. പിന്നെ എന്തിനാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആ സമയത്ത് പുറത്തുള്ള ജുവലറി ഷോപ്പിൽ പോയത്? പർച്ചേസിനാണോ? പർച്ചേസ് പോയതല്ല, കോഫി കുടിക്കാൻ പോയതാ. ജ്വല്ലറി ഷോപ്പിലല്ല, പക്കത്ത് കടയിലെ കോഫി കുടിക്കാൻ പോയതാ. പക്കത്ത് കടയില് ഈ സമയം നോക്കാതെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ പോകാൻ പറ്റുമോ? അങ്ങനെ പോവില്ല. ഒരുവേള അത് ഇന്റർവെൽ പീരീഡ് ആയിരുന്നത് കൊണ്ട് പോയായിരുന്നു. ഇപ്പൊ റെഗുലർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. റെഗുലർ ക്ലാസ് പീരീഡിൽ ഇന്റർവെൽ സമയവും ഉണ്ട്. ഇന്റർവെൽ സമയമുണ്ട്. പ്ലീസ് നോട്ട്, റെഗുലർ ക്ലാസ് നടക്കുന്ന സമയത്ത് ഇന്റർവെൽ പീരീഡിലാണ് ചായ കുടിക്കാൻ പോയിരുന്നുള്ളത് കോടതി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ സീഷ മഹസറിൽ ഒപ്പിടുന്ന സമയത്ത് കൂടെ ആരുണ്ടായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒപ്പിട്ടതല്ല, ജയ ജ്വല്ലറിയിൽ വെച്ച് ഒപ്പിട്ടതാണ്. You got the answer. Now you put a leading question to the witness and she has answered that it is at the place where. Yeah, so it is that is what I am asking her. So it is established that the Mahasar was prepared at the. Yes, sir. That is what I am intended to ask. Yes. നിങ്ങളുടെ കൂടെ ആരുണ്ടായിരുന്നു? എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഹേമന്ത് മണ്ഡലിന്റെ കൂടെ SHO ഉണ്ടായിരുന്നു. ഹേമന്ത് മണ്ഡൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് പറഞ്ഞാൽ മതി. ഹേമന്ത് മണ്ഡലിന്റെ SHO മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? You can ask question. It is for the witness to answer. Sorry, sir. Can you repeat the question? നിങ്ങളുടെ കൂടെ ആ സമയത്ത് വേറെ ആരുണ്ടായിരുന്നു? എന്റെ കൂടെ as a witness മിസ്റ്റർ കണ്ണൻ, വാർഡ് കൗൺസിലർ ഓഫ് ചാല ഉണ്ടായിരുന്നു. മിസ്റ്റർ കണ്ണൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പോലീസ് വിളിച്ചിട്ട് അവിടെ വന്നതല്ലേ? അല്ല. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ അവിടെ എത്തിയത്? മിസ്റ്റർ കണ്ണൻ എവിടെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അവിടെ എത്തിയത് പോലീസ് വാൻ വന്നത് കൊണ്ട് ജസ്റ്റ് ഔട്ട് ഓഫ് ഇൻക്വിസിറ്റീവ്നെസ് ഐ ജസ്റ്റ് വെന്റ് ടു സീ വാട്ട് വാസ് ഗോയിങ് ഓൺ ദേർ. പോലീസ് വാൻ വന്നപ്പോൾ ഉണ്ടായ ക്യൂരിയോസിറ്റി ആയിരുന്നു. ഓക്കേ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. താങ്ക് യു. Re-examination. അപ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടു 75 gram molten gold. She has already stated. If you want you have a re-examination with regard to that? No, sir. Just I want to submit this session master statement as such. Okay. PW6, CW6, Dr. Prasad. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. CW6. അതെ. താങ്കൾക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് പറയാമോ?
എന്റെ പേര് പ്രസാദ് എന്നാണ്, ഡോക്ടർ പ്രസാദ് ആണ്. എത്ര ഞാൻ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എനിക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 15 വർഷത്തെ ആ, experience. Okay, ശരി, ആ, പറഞ്ഞോ. ഈ ഇതില് മരണപ്പെട്ട സരോജിനി അമ്മയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഞാനാണ്. ശരി, ഓക്കെ. അപ്പൊ അതിൽ നിന്ന് എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് കണ്ടെത്തിയത്? അതില് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് അറിയാം. അതിൽ ഇന്റേണൽ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ സ്കാൽപ്പ് ആൻഡ് സ്കൾ ഇൻടാക്ട് ആയിരുന്നു. ബ്രെയിൻ corrugated and odometers ആയിരുന്നു. frothy liquid in respiratory tracts. The air passages contain eosinophilic fluid with red blood cells and varying amounts of discontinuated respiratory epithelium. Both lungs odometers. Cut section showed copious frothy fluid, and base of lungs were adhered the posterior chest wall, and stomach contained 200 grams of rice and other unidentified food particles. Okay. No further smell like that. നമുക്ക് റിപ്പോർട്ട് നമുക്ക് എന്താണ് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സയന്റിഫിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇതിലെ ഒരു ഡെത്ത് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതായിട്ടാണ് അതെ കണ്ടുപിടിക്കാൻ പറ്റിയത്. കാരണം ഹാർഡായിട്ട് വെച്ചിട്ട് ഇപ്പം നമുക്കിപ്പോൾ സ്മൂത്തറിങ് ചെയ്യുമ്പോൾ ഹാർഡായിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്, സോഫ്റ്റ് മെറ്റീരിയലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹാർഡായിട്ട് കാണിക്കുന്നില്ല, കാരണം ഇഞ്ചുറീസോ പെയിൽസോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് സോഫ്റ്റ് ശ്വാസം മുട്ടൽ കൊണ്ട് മരിച്ചതായിട്ടാണ് കാണുന്നത്. ഒന്നും തന്നെ ഇല്ല. സ്മൂത്തറിങ് ആണ് മെയിൻ കോസ് ആയിട്ട് കാണപ്പെടുന്നത്. താങ്ക് യു. Yes. ഡോക്ടർ പ്രസാദ്, അതെ, താങ്കൾ നെടുനാളത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരാളാണെന്ന് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും. താങ്കൾ പോസ്റ്റ്മോർട്ടം ചെയ്ത സരോജിനി അമ്മ 161 സെന്റിമീറ്ററും 63 കിലോഗ്രാമും ഒക്കെയുള്ള ഒരു നല്ല വെൽ ബിൽറ്റ് ആയിട്ടുള്ള അഡൽട്ട് ഫീമെയിൽ ആണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറ്റ് വാസിന്റെ സോ ഞാൻ അത് ആ സ്ത്രീ എത്രമാത്രം ആരോഗ്യവതിയാണ് എന്ന ഒത്തൊരു സ്ത്രീ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. താങ്കളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും കായിക ശേഷിയും അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീ തന്നെ ആരെങ്കിലും ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വിദ്യാസമ്പന്നയും ഉയർന്ന ഉദ്യോഗത്തിലും ഇരുന്ന ഈ സ്ത്രീ അത് യാതൊരു തരത്തിലുള്ള പ്രതിരോധവും എടുക്കാതെ അതിനു വേണ്ടി നിന്നു കൊടുക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? She is a witness who has done the postmortem. Yeah, she is not a investigating officer. But she can infer. She is done the postmortem and she can say only with regard to that postmortem. Okay. ഇത്തരത്തിലുള്ള ചേഷ്ടകൾ താങ്കൾ സാധാരണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങളിൽ താങ്കൾ കാണാറുണ്ടോ? ഇതുപോലുള്ള ചേഷ്ടകൾ പ്രതിരോധിക്കാൻ നെയിലിന്റെ ഇടയ്ക്ക് മാംസകഷ്ണം വരിക, ഹെയർ പിടിച്ചു വലിക്കുക, സ്വന്തമായി പ്രതിരോധിക്കാൻ സാധാരണ ഇല്ല. അതാണ് that's what she stated. She has stated in the chief examination that it is done by a soft material. It is not done by a hard material. അതിന് സാധ്യത ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. No, it is none of a best. Okay. Yeah, I do agree with you, sir. Okay, sir. Okay. താങ്കളുടെ ഞാൻ ഒരു കൊലപാതകമാണെന്ന് മുൻവിധിയോടുകൂടി നമ്മൾ ചെയ്താൽ ഇതിനകത്ത് കണ്ണുകൾക്ക് ഹെമറേജ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് ഈ ശ്വാസം മുട്ടൽ വഴി ഉണ്ടായതാണ് എന്നുള്ളതാണോ താങ്കളുടെ നിഗമനം? തീർച്ചയായും. താങ്കൾ ഈ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ എടുത്ത ആ പ്രൊസീജിയർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ താങ്കൾക്ക് ഏതൊക്കെ ഇങ്ങനെയുള്ള സപ്പോർട്ടിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നു എന്നൊന്ന് വിശദീകരിക്കും. ഓക്കെ. അവര് കോടതിയിൽ വന്നത് നമുക്ക് ശ്വാസം മുട്ടി അല്ല മരിച്ചതെന്നൊരു കേസുണ്ടോ? അത് ഞങ്ങൾ സംശയമുണ്ട്. You have a case that cause of death is not with regard to that. അതൊരു സയന്റിഫിക് എവിഡൻസ് ആണ് പറയുന്നത്. Okay. I do agree with it. Can you
rebut it, or can you give? No, I can't because she is an Do you expert. have any other expert evidence before No. the court saying No. that it is done otherwise? No, sir, beyond that, I can't You say have to anything. judge your testimony. She has stated only with Okay. regard to the post-mortem examination. Okay, that's all. Thank Thank you. You have any reaction? No. You can. Next witness. PW7, CW7, Dr. Ashok Kumar. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. Yes, Chief. Sir. So could you please tell me your designation? I'm fingerprint analyst working for State Fingerprint Bureau for the past 15 years. Okay. So what have you? What? You are conversant Malayalam because accused is in Malayalam. Not Malayalam. It's other language. What are you? Sir, അന്ന് സാർ എക്സ്പേർട്ട് ആണല്ലോ, ഫിംഗർപ്രിന്റ് അനലിസ്റ്റ് എക്സ്പേർട്ട്. അതെ, എക്സ്പേർട്ട് അല്ല. Okay, analyst. Yeah. Okay. So more than having 15 years of experience. അതെ. So സാർ നേരത്തെ തന്നെ ഒരുപാട് ഇതുപോലത്തെ സിമിലർ കേസുകളിൽ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ഫിംഗർ പ്രിന്റ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ സാർ എടുത്തിരിക്കുന്നത് അലമാരയുടെ ഹാൻഡിലിൽ നിന്നാണ്. അതെ. അതിൽ ടോട്ടൽ എത്ര ഫിംഗർ പ്രിന്റ്സ് ആയിരുന്നു അക്യൂസ്ഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാറിന് കിട്ടിയത്? ഇതിന്റെ റിഡ്ജ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിൽ 17 പോയിന്റ്സ് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. 17 പോയിന്റ്സ് മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്തത് സസ്പെക്ടിന്റെതും ഈ അലമാരിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ് മാച്ചിങ് ആണെന്നുള്ളത്. വേറെ അങ്ങനെ വേഗമായിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ്സും ഏറ്റവും കൂടുതൽ ഈ ക്രൈം നടന്ന സ്പോട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അക്യൂസ്ഡിന്റെ മാക്സിമം ഫിംഗർ പ്രിന്റ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത്. That's all. You can mark it. Yes. ഡോക്ടർ അശോക് കുമാർ, അതെ. നിങ്ങളൊരു എക്സ്പെർട്ട് ഫിംഗർ പ്രിന്റ് അനലിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് നിങ്ങൾക്ക് ഒരു ലേറ്റന്റ് ആയിട്ടുള്ള ഒറ്റ പിന്നെ ഫിംഗർ പ്രിന്റ് മാത്രമാണോ അവിടുന്ന് നിങ്ങൾക്ക് ഇതിന് കിട്ടിയത്? അവിടുന്ന് ന്യൂമറസ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിരുന്നു, പക്ഷെ വേഗമായിരുന്നു ബാക്കിയുള്ളത്. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ. അപ്പൊ ഈ ബാക്കി ഫിംഗർ പ്രിന്റ്സ് എല്ലാം നിങ്ങൾ ഈ പറയുന്ന അക്യൂസ്ഡിൻ്റെത് മാത്രം വെച്ചാണോ നിങ്ങൾ താരതമ്യം ചെയ്തത്, അതോ മറ്റുള്ളവരുടേതും വെച്ച്? സസ്പെക്ടിന്റേത് മാത്രം. അതെ, സസ്പെക്ടിന്റേത് മാത്രം വെച്ചിട്ടാണ്. ദാറ്റ് വാസ് മൈ പാർട്ട് ഓഫ് ജോബ് ആക്ച്വലി. അതെ, ശരി. അപ്പൊ മറ്റു അവിടെയുള്ള മരിച്ചുപോയെന്ന് പറയുന്നവരുടെയോ അവരുടെ ഭർത്താവിന്റെയോ വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല, അവരുടെ ഫിംഗർ പ്രിന്റ് ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്? അതെ. That's all. Kindly note them. Yes, yes. PW8, CW8, Inspector Rishi. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. Yes. CW8. ഇപ്പൊ ഈ കേസിലിന്റെ ബന്ധപ്പെട്ട് ഒന്ന് പറയാൻ പറ്റുമോ? ഈ കേസിൽ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാൻ പറ്റും? ഓണർ, ഞാൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ SHO ആണ്. എൻ്റെ പേര് ഇൻസ്പെക്ടർ ഋഷി. ഈ കേസിന്റെ 302/2022 കേസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഞാനാണ്. ഈ കേസ് 25-ാം തീയതി ഏപ്രിൽ 25, 2022 ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി ഗോപകുമാർ എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നതും ഒരു സ്ത്രീ, തന്റെ അയൽവാസിയായ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി കണ്ടു എന്നും ഇദ്ദേഹം വന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ FIS അപ്പോൾ തന്നെ രേഖപ്പെടുത്തിയ ശേഷം ഞാൻ FIR രജിസ്റ്റർ ചെയ്തു. FIR ഡിസ്പാച്ച് ചെയ്ത ശേഷം ഒരു
ഉദ്ദേശ സമയം 2:40 ഞാൻ ഗോപകുമാറിനോടൊപ്പം അവിടെ നിന്ന് ഇറങ്ങി സംഭവ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഒരു 2:55 ഞങ്ങൾ അവിടെ ആ വീട്ടിലെത്തുകയാണ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് രാജേന്ദ്രൻ പിള്ള എന്ന പേരുള്ള വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അകത്ത് കയറിയപ്പോൾ അടുക്കളയ്ക്ക് സമീപത്തായിട്ടുള്ള ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു. അത് ആ സ്ത്രീയുടെ ബെഡ്റൂം ആണെന്ന് ഭർത്താവ് പറഞ്ഞു. ആ ബെഡ്റൂമിലേക്ക് കയറിയപ്പോൾ ആ സ്ത്രീ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഒരു നൈറ്റി ആയിരുന്നു ധരിച്ചിരുന്നത്. മലർന്നു കിടന്ന അവസ്ഥയിലായിരുന്നു. കൈയും കാലും നീട്ടി ഓൾമോസ്റ്റ് റിഗർ മോർട്ടിസ്, ശരീരമൊക്കെ മരവിച്ച ഒരവസ്ഥ. നീല കളറ്, സ്കിന്നൊക്കെ നീല കളർ ആയിട്ടുണ്ടായിരുന്നു. വലത് ഭാഗത്തായിട്ട് ഒരു പില്ലോ തറയിൽ ഇച്ചിരി മാറിയാണ് കിടന്നത്. ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഈ പില്ലോ മുഖത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അദ്ദേഹം കയറി വന്ന സമയത്ത് ഭാര്യ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് അദ്ദേഹം അത് എടുത്ത് മാറ്റി നോക്കിയതാണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഡോഗ് സ്ക്വാഡിനെയും ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടിനെയും വിളിച്ചു. അവരൊരു അരമണിക്കൂറിനുള്ളിൽ സംഭവ സ്ഥലത്ത് എത്തി. അതിനുശേഷം ഈ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നത് CPO അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു, ഇൻസ്പെക്ടർ ആയിരുന്നു. അദ്ദേഹം ഒരു സ്നിഫർ ഡോഗ്, ബ്രൂണോ എന്ന പേരുള്ള ഒരു സ്നിഫർ ഡോഗിനെ കൊണ്ട് ശവശരീരം മണപ്പിച്ചു. പിന്നെ ആ പില്ലോ മണപ്പിച്ചു. പിന്നെ അതിന് ചുറ്റുമുള്ള സ്ഥലവും മണപ്പിച്ച ശേഷം ഈ പട്ടി നേരെ ഓടി അടുക്കള വാതിൽ വഴി ചാടി പുറത്തേക്ക് പോയിട്ട് അതുവഴി തൊട്ടടുത്ത വീട്ടിലേക്ക് പോവുകയും അതിന്റെ ഫ്രണ്ടില് വാതിലിൽ ചെന്ന് നിൽക്കുവാണ് ചെയ്തത്. ആ ഡോറ് അടച്ചിട്ടിരുന്നതായിരുന്നു. അവിടെ ചെന്ന് നിന്ന ശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് അത് പിന്നെ തിരിഞ്ഞ് നേരെ പുറത്തേക്ക് ചാടി ആ വൃന്ദാവൻ നഗർ റോഡിലേക്ക് ചാടി കയറി അവിടുന്ന് കേശവദാസപുരത്തോട്ട് പോകുന്ന വഴി ഒരു 100 മീറ്റർ അങ്ങോട്ട് ഓടിയ ശേഷം നേരെ ചെന്ന് ട്രിവാൻഡ്രം കേശവദാസപുരം റോഡിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തോട്ട് ഉള്ള ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. അവിടെ നിന്ന് പിന്നെ അനങ്ങിയിട്ടില്ല ആ നായ. പിന്നെ ഞങ്ങൾ തിരിച്ച് സംഭവ സ്ഥലത്ത് വന്നു. ഭർത്താവിനോട് വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ രാവിലെ 9:30 ആ സമയമായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പെൻഷനേഴ്സ് മീറ്റിങ്ങിനായിരുന്നു പോയിരുന്നത്. അവിടെ അദ്ദേഹം പോയിട്ട് ഒരു ഉച്ച കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്ന സമയത്ത് ഫ്രണ്ടിലെ ബെല്ലടിച്ചു, തുറന്നില്ല. കതകിൽ തട്ടി തുറന്നില്ല. പിന്നെ അയാള് തിരിച്ച് അടുക്കള വാതിലിലൂടെ നടന്ന് വന്നപ്പോൾ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു. അദ്ദേഹം അതുവഴി അകത്ത് കയറി. അടുക്കളയിലും ഹോളിലും ആരും കണ്ടില്ല. നേരെ ആ സ്ത്രീയുടെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ എന്റെ ഭാര്യ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അതുപോലെ പില്ലോ കണ്ടെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം ഒന്ന് ചോട്ടെ, ഇപ്പം നമ്മൾ ഇതുവരെ നമ്മുടെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു പോയിരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പം നമ്മൾ അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിനെ വിളിച്ചു, അത് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു അല്ലേ? അതൊക്കെയല്ലേ അവിടെ നടന്നത്? പോസ്റ്റ്മോർട്ടം നടന്നതിന്റെ റിപ്പോർട്ട് വന്നു. രാമചന്ദ്രനാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ പിന്നെ നമ്മുടെ കൾപ്രിറ്റ് അക്യൂസ്ഡിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ? അതെ, പ്രഥമ ദൃഷ്ടിയാല് ആദ്യമായി സംശയം തോന്നിയത് ഈ വീട്, ഈ നായ പെട്ടെന്ന് ചാടി അപ്പുറത്തെ വീട്ടിലേക്ക് പോയത് കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോയത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രാമേന്ദ്രൻ പിള്ളയോട് തന്നെ ചോദിച്ചു, എന്താണ് ഇവിടെ ഈ വീട്ടിൽ ആരാണ് താമസം എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത്. 6 പേരുണ്ടെന്നാണ്, തന്റെ അറിവിൽ 6 പേരുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവിടെ ആളുകൾ ജോലിക്ക് പോയിരുന്നായിരുന്നു രാവിലെ തന്നെ. പിന്നെ അവരെ തിരിച്ചു വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. 6 പേര്. അത് 6 പേര് ആ സമയത്തുണ്ടായിരുന്നോ? ഞാൻ അവരെ തിരിച്ചു വിളിപ്പിച്ചു, ജോലിയിൽ നിന്ന് തിരിച്ചു വിളിപ്പിച്ചപ്പോ 5 പേരാണ് വന്നത്. 5 പേര് വന്നു. അതിൽ ഒരാള് എനിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അഭിരാം ദാസ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. അഭിരാം ദാസ് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അദ്ദേഹത്തിന്റെ മൊഴിയിൽ അവർ 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാള് രാവിലെ ഒരു ചിട്ടിയുടെ ഞറുക്കെടുപ്പിന് പോകുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ചിട്ടി അടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്റെ വീട് സ്വദേശം ബംഗാളാണ്. അവിടെ തന്റെ വീട്ടില് മഴക്കാലത്തിന് മുമ്പ് വീട് ശരിയാക്കണമെന്നും ഈ ചിട്ടി അടിച്ചാൽ 3 ലക്ഷം രൂപ കിട്ടുമെന്നും ആ പൈസ കൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. ആ ദിവസം തന്നെ, അതായത് 25-ാം തീയതി തന്നെ താൻ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് ഈ അഭിരാം ദാസിനോട് പറഞ്ഞതായി അഭിരാം ദാസ് എനിക്ക് മൊഴി നൽകി. ആ മൊഴിയിലാണ് അടുത്ത ഈ
ഫസ്റ്റ് സംശയത്തിന് ശേഷം ഈ മൊഴിയിലും ഇങ്ങനെ ഒരു വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അഭിരാം ദാസിന്റെ മൊഴി വഴി ഹേമന്ത് മണ്ഡലിലേക്ക് പോയി. അങ്ങനെയാണ് ഹേമന്ത് മണ്ഡലിന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് അഭിരാം ദാസിനോട് ചോദിച്ചു. അങ്ങനെ എനിക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നു. ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ ആ ലെഫ്റ്റ് പുരികത്തിന്റെ മുകളിലായിട്ട് ഒരു മുറിവ്, ഒരു വെട്ടുകൊണ്ട് ഒരു പാട് വ്യക്തമായിട്ടും കാണുന്ന രീതിയിൽ ഒരു പാടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോ അപ്പൊ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും റെയിൽവേ പോലീസിലും അയച്ചു കൊടുത്തു. അതിനുശേഷമാണ് എനിക്ക് പിറ്റേന്ന് രാവിലെയാണ് ചെന്നൈ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് മിസ്റ്റർ രംഗരാജ് സാറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഇങ്ങനെ ഒരാളെ പിടിച്ചിട്ടുണ്ട്, ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആളെ പോലീസ് ഓഫീസറിനെ വിടണം. പിന്നെ ഇതുപോലെ ഒരു ബാഗ് ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്ന സമയത്ത്. കയ്യിലൊരു ബാഗിൽ 3 ലക്ഷം രൂപയും 1000 രൂപയും പിന്നെ ഒരു അൺറിസർവ്ഡ് ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു ആധാർ കാർഡ് ഉണ്ടായിരുന്നു, ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ പിടിച്ച സമയത്ത് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അപ്പോ അഭിരാം ദാസ് തന്ന മൊഴിയിലും വിളിച്ചപ്പോൾ ഫോൺ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടാണ് വീണ്ടും ഹേമന്ത് മണ്ഡലിലേക്ക് സംശയം പോകുന്നതും. ഹേമന്ത് മണ്ഡലിനെ ചെന്നൈയിൽ വെച്ച് പിന്നീട് ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓഫീസർ അയച്ചിട്ടു. ചെന്നൈയിൽ നിന്ന് അവിടെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ട്രാൻസിറ്റ് റിമാൻഡ്. ഒന്ന് ചോദിച്ചോട്ടെ, അവിടെ നിന്ന് നമ്മൾ ഇപ്പം ഈ RPF പിടിച്ചിരിക്കുകയാണ്, രംഗരാജ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡീറ്റെയിൻ ചെയ്യുകയും പിന്നെ അവിടുത്തെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു, നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പോലീസ് പാർട്ടിയെ വിട്ടിട്ട് നമ്മൾ അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. അല്ല, ഇത് 116 സ്റ്റേറ്റും തന്നിരിക്കുന്ന കാര്യമാണ്. She is a investigating officer. അല്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആണ്. She is stating what she has done, and this is a prosecutor. ഇല്ല, റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നതാണ്. The question is what he can even peruse the 173 report and answer the question. She is given the is report. an official witness. She has done the investigation. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അവിടെ കോടതിയിൽ ഹാജരാക്കി. She has already stated she has obtained the transit warrant. And the accused is produced before the. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന ശേഷം പിന്നെയാണ് നമ്മൾ ഇതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത്. നമുക്ക് ഈ ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് ട്രിവാൻഡ്രം കൊണ്ടുവന്നിട്ടും CJ മുമ്പിൽ ഹാജരാക്കി 4 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ശേഷമാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. പിന്നീടുള്ള ചോദ്യം ചെയ്യലിലാണ് ഹേമന്ത് മണ്ഡൽ അക്യൂസ്ഡ് അദ്ദേഹം കുറ്റം സമ്മതിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് രാവിലെ, അതായത് ഏപ്രിൽ 25 രാവിലെ ഈ കുറി, അതായത് ചിട്ടിയുടെ നറുക്കെടുപ്പിൽ 3 ലക്ഷം കിട്ടുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം രാവിലെ ഇറങ്ങുന്നു. നേരെ ഈ ചിട്ടി നടത്തുന്ന പ്രദീപ് ശർമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ചിട്ടി നറുക്കെടുപ്പ് കഴിഞ്ഞു. അങ്ങനെ എടുത്തപ്പോ വിജയായത് ഹേമന്ത് മണ്ഡൽ അല്ലായിരുന്നു, രാംഗോപാൽ ചാറ്റർജി എന്ന് പറയുന്ന മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. ഹേമന്ത് മണ്ഡൽ തന്നെ കുറ്റസമ്മതത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ രാംഗോപാൽ ചാറ്റർജി എന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കാണ് ഈ നറുക്കെടുപ്പ് വീഴുന്നത്. അങ്ങനെ ആ ആൾക്ക് 3 ലക്ഷം രൂപ കിട്ടുന്നു. ഹേമന്ത് മണ്ഡലിന് അത്രയും അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഹേമന്ത് മണ്ഡൽ ചോദിക്കുന്ന ഈ പൈസ എനിക്ക് തരാമോ, വീടിന്റെ പണി അത്യാവശ്യമായി നടക്കാനുള്ളതാണ്, ഈ പൈസ എനിക്ക് കടമായിട്ട് തരണം എന്ന് ചോദിക്കുന്നു. പക്ഷെ ആള് കൊടുക്കുന്നില്ല. അങ്ങനെ നിരാശനായിട്ടാണ് ഹേമന്ത് മണ്ഡൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഹേമന്ത് മണ്ഡൽ ആലോചിച്ചു ഇനി എങ്ങനെ പൈസ ഉണ്ടാക്കും. അപ്പോഴാണ് സരോജിനി അമ്മ, തന്റെ അയൽവാസിയായ സരോജിനി അമ്മ നല്ലൊരു സ്ത്രീയാണെന്നും അത്യാവശ്യം നല്ല പണമുള്ളവരായതുകൊണ്ടും അവരോട് പൈസ ചോദിക്കാൻ, കടം ചോദിക്കാൻ എന്ന രീതിയിലാണ് ഹേമന്ത് മണ്ഡൽ അവിടെ നിന്ന് ഇറങ്ങി സരോജിനി അമ്മയുടെ വീട്ടിൽ വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ സരോജിനി അമ്മയോട് ചോദിക്കുന്നു എനിക്കിങ്ങനെ അത്യാവശ്യമായി 3 ലക്ഷം രൂപ കടം തരണം, തിരിച്ചു തരാം എന്ന രീതിയിൽ സംസാരിക്കുന്നു. പക്ഷെ സരോജിനി അമ്മ പറയുന്നത് എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല, പൊയ്ക്കോളൂ എന്ന് പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് പാൽക്കാരൻ കൃഷ്ണനെ കണ്ടുവന്ന് ഹേമന്ത് മണ്ഡൽ പറയുന്നത് കൃഷ്ണനോട് സംസാരിച്ചു എന്നും. കൃഷ്ണനെ കാണുമ്പോ നമ്മൾ കൃഷ്ണനെ കാണുകയാണ് അല്ലേ, ഹേമന്ത് മണ്ഡലിനെ കൃഷ്ണൻ കാണുകയാണ്. അപ്പോ ഈ നമ്മുടെ മരിച്ചുപോയ സ്ത്രീയെ ലാസ്റ്റ് കാണുമ്പോ ഹേമന്ത് മണ്ഡലിന്റെ കൂടെ തന്നെയാണ് കൃഷ്ണൻ കാണുന്നത്.
അതെ, അപ്പൊ കൃഷ്ണന്റെ മൊഴിയും ഇതും വെച്ച് സാമ്യം. വളരെ സാമ്യമുണ്ട്. അവസാനമായി കൃഷ്ണൻ കാണുന്നതും എത്ര ഹേമന്ത് മണിക്കായിരുന്നു മണ്ഡലിനോട്. കണ്ടിരുന്നത്? എത്ര മണിക്കെന്നാണ് പറയുന്നത്? ഉദ്ദേശം ഒരു 11:30. ഓക്കെ, ശരി. കണ്ട ശേഷം പൈസ കിട്ടില്ല എന്ന് ഉറപ്പായി കൃഷ്ണനെ കണ്ടു. അവിടെ വെച്ച് എനിക്ക് സുഖമില്ലാത്തോണ്ടാണ് ജോലിക്ക് പോകാഞ്ഞതെന്ന് പറയുന്നു. തിരിച്ച് വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന ഹേമന്ത് മണ്ഡൽ പിന്നീടും ആലോചിക്കുന്നു എങ്ങനെ പൈസ കിട്ടും. അപ്പോഴാണ് ഈ സ്ത്രീയുടെ കയ്യിൽ സ്വർണം ഉണ്ടാവുമെന്നും പണയം വെക്കാനായിട്ട് ചോദിക്കാം എന്ന രീതിയിൽ ഇദ്ദേഹം പിന്നെയും ഇറങ്ങി സരോജിനി അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോ ഫ്രണ്ട് ഡോർ അടച്ചേക്കുവാണ്, അടുക്കള ഡോർ തുറന്നു കിടക്കുവാണ്. അങ്ങനെ തുറന്നു കിടന്ന വാതിലൂടെ ഇദ്ദേഹം കയറി അകത്ത് ചെന്ന് ബെഡ്റൂമിൽ ആരെയും കണ്ടില്ല. നോക്കിയപ്പോ ബാത്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട്. അപ്പൊ സരോജിനി അമ്മ കുളിക്കുവാണ് എന്ന വിശ്വാസത്തിൽ ഇദ്ദേഹം അവിടെ നിന്നു. ഒരു സെക്കൻഡ് നിന്ന ശേഷം മനസ്സിലായി ഇപ്പൊ ഇറങ്ങത്തില്ല എന്ന ഒരു വിശ്വാസത്തില് അലമാരി തുറക്കുന്നു. അലമാരിയിൽ സ്വർണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വാരി എടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ലോക്ക് ആയിരുന്നില്ല, അലമാര അടച്ചതായിരുന്നു. തുറന്നെടുത്തു. അതൊരു പിന്നീട് അത് 10 വളകൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഉണ്ടായിരുന്നു, പക്ഷെ അത് തുറന്നു കിടക്കുകയായിരുന്നു. ലോക്ക്ഡ് മീൻസ് തുറക്കാൻ പറ്റുന്ന രീതിയിൽ അടച്ചിട്ടുണ്ടായിരുന്നു. തുറന്ന് അതെടുത്തു. എടുത്ത് അങ്ങോട്ട് തിരിയുന്നതും സരോജിനി അമ്മ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഈ വളയിൽ കയറി പിടിക്കുവാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ ഒരു ചെറിയ പിടിവലി നടന്ന് ഇവർ രണ്ടുപേരും തറയെ വീണെന്നും പിന്നീട് ജയിക്കാൻ വേണ്ടി ഒരു പില്ലോ എടുത്ത് അവരുടെ മുഖം പൊത്തി അമർത്തി വെച്ച് കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ് അവര് ചലനമറ്റ് അവസ്ഥയിലായി. ഇയാള് പെട്ടെന്ന് ഈ വളയും എടുത്തുകൊണ്ട് അവിടുന്ന് ഓടി തന്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി ബാഗ് എടുത്ത്, അതെ, സ്നിഫർ ഡോഗ് പോയ പാത്തും ഇതും വളരെ സാമ്യമുണ്ട്. തിരിച്ച് വീട്ടിൽ ചെന്ന് ബാഗ് എടുത്ത് തുണിയും വളകളും വെച്ചിട്ട് നേരെ അവിടുന്ന് ഇറങ്ങി ഈ നായ പോയ അതേ വഴിയിലാണ് പോയിരിക്കുന്നത്. കേശവദാസപുരം ട്രിവാൻഡ്രം റോഡിൽ ചെന്ന് സ്റ്റോപ്പായി. ഹേമന്ത് മണ്ഡലിന്റെ മൊഴിയിൽ ബസ് കയറി അവിടുന്ന് നേരെ ചാലയിലേക്ക് പോകുന്നു. ചാല മാർക്കറ്റിൽ ചെന്ന് ആദ്യം 2 ജ്വല്ലറിയിൽ കയറി ഈ വള വിൽക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവരെടുക്കുന്നില്ല. പിന്നീടാണ് മൂന്നാമത് ജയ ജ്വല്ലറി എന്ന് പറയുന്ന ജ്വല്ലറിയിൽ പോയിട്ട് ഈ സ്വർണം കൊടുക്കുന്നു. സ്വർണം കൊടുത്ത ശേഷം ഇദ്ദേഹം പൈസ 3 ലക്ഷം രൂപ തരാന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അവന് 10,000 രൂപ കുറച്ചിട്ട് മൊത്തം 3 ലക്ഷം രൂപയായിട്ട് കൊടുക്കുന്നു. ഈ ഹേമന്ത് മണ്ഡൽ ആ പൈസ വാങ്ങി നേരെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ആഹാരം കഴിച്ച് ട്രെയിനിൽ കയറി പോയി. അങ്ങനെയാണ് പിന്നെ ചെന്നൈയിൽ വന്നിറങ്ങിയപ്പോ രംഗരാജ് പിടിച്ചത്. നമുക്കിപ്പോ ഈ ജയ ജ്വല്ലറിയിൽ നമ്മുടെ ഇപ്പൊ തൊണ്ടിമുതലായിട്ടെന്ന് പറയുന്നത് നമുക്ക് ഈ 10 വളകൾ അവിടുന്ന് കൊടുത്തുന്നുള്ളതാണ്. ഈ 10 വളകൾ നമ്മൾ അവിടെ ജയ ജ്വല്ലറി കൊടുത്തപ്പോൾ ഈ നരസിംഹം എന്ന് പറഞ്ഞ ആ ആളതിനെ മെൽറ്റ് ചെയ്തിട്ട് മോൾട്ടൻ ഗോൾഡ് ആക്കി മാറ്റി. അപ്പൊ നമ്മൾ ജയ ജ്വല്ലറി വെച്ചിട്ട് നമ്മൾ പിന്നെ ഈ മണ്ഡലുമായിട്ട് പോകുമ്പോൾ നമ്മള് ഈ വസ്തു എടുക്കാനായിട്ട് ഹേമന്ത് മണ്ഡലിനെ കൂട്ടി ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് ജ്വല്ലറി ഓണർ നരസിംഹനോട് സംസാരിച്ചു. ആ നരസിംഹൻ തന്നെ സമ്മതിച്ചു ഈ ഹേമന്ത് മണ്ഡലിന്റെ കയ്യിൽ നിന്ന് 10 സ്വർണ്ണവളകൾ വാങ്ങി പകരം 3 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഈ സമയത്തൊക്കെ നമ്മുടെ ഈ പറയുന്ന ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള റോബർട്ട് പൈസ് അവിടെ ഉണ്ട്. അതെ, മുമ്പിൽ വെച്ചിട്ടാണ് ഈ 3-4 പേര് വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ വിറ്റ്നസിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഈ റോബർട്ട് പ്രൈസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പ് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഇത്ര രൂപ വാങ്ങിച്ചെന്നും അതിന് പകരം ഗോൾഡ് ആക്കി മാറ്റിയതാണെന്നുള്ള കാര്യം നരസിംഹം പറയുന്നില്ല. റോബർട്ട് പ്രൈസ് കേൾക്കുന്നുണ്ട്, കാണുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ ഫുൾ നോളജിലും വിശ്വാസത്തിലുമാണ് അദ്ദേഹം സൈൻ ചെയ്യുന്നത്. കറക്റ്റ്. ഓക്കെ. പിന്നീട് ഈ വള ചോദിച്ചപ്പോഴാണ് പറയുന്നത് വള അതേ ഫോമിൽ ഇല്ല, ഞാൻ അത് മെൽറ്റ് ചെയ്തു, പുതിയ വളകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെൽറ്റ് ചെയ്തത്. അതിന്റെ ഒരു മോൾട്ടൺ ഒരു സോളിഡ് റെസിപ്റ്റ് കൊടുത്തായിട്ട് പറയുന്നില്ല. ഇല്ല, ആ മോൾട്ടൺ ഫോമിലുള്ള അത് എന്റെയും ഈ പറയുന്ന വിറ്റ്നസിന്റെ മുന്നിൽ വെച്ചിട്ടാണ് അത് വെയ് ചെയ്തത്. 75 ഗ്രാം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. അത് ഞങ്ങള് സീസ് ചെയ്ത് മാറ്റി മാസ്റ്ററും തയ്യാറാക്കി ഒപ്പിടിച്ചു. ഇതാണ് സംഭവിച്ചത്. നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്കിപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ മോൾട്ടൺ ഗോൾഡ് ഇപ്പൊ നമ്മുടെ ഈ വിറ്റ്നസ് എന്ന് പറഞ്ഞ റോബർട്ട് പൈസ് ആണ്. റോബർട്ട് പൈസ് ഒരു വെൽ നോൺ റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ള ഒരു വിറ്റ്നസ് തന്നെയുമാണ്.
അപ്പൊ അദ്ദേഹത്തിന് ഇതിനകത്ത് കൊണ്ടാക്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് വരുന്നുണ്ട്. Prosecutor, he is a investigating officer. സർ ഓക്കെ. അപ്പൊ അല്ല, ഞാൻ ആ ഇതിലോട്ട് വരാൻ പറഞ്ഞോളൂ ബാക്കി. No, it is not your duty. പറഞ്ഞോളൂ ബാക്കി പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെയുള്ള ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ഹേമന്ത് മണ്ഡലിലേക്ക് ഇദ്ദേഹമാണ് അക്യൂസ്ഡ് എന്ന് കണ്ടെത്തിയത്. ഓക്കെ ഓക്കെ താങ്ക് യു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ SHO ആണ്. അതെ. നിങ്ങൾ എത്ര മണിക്കാണ് ഈ കൊലപാതകം നടന്ന വിവരം അറിഞ്ഞത്? ഉദ്ദേശം ഒരു 2 മണി. 2 മണിക്കാണ് നിങ്ങൾ അറിഞ്ഞത്? എക്സ്ക്യൂസ് മീ, സോറി, ഓക്കെ. റിപ്പോർട്ട് FIR ഇടുന്നത് 1:30 ആണ്. Let me check 1 second. FIR ആണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് മിസ്റ്റർ ഗോപകുമാർ ആണ്. 2:30. 2:30 അവിടെ എത്തിയത്. നിങ്ങൾ ഗോപകുമാറിന്റെ കൂടെയാണോ തിരിച്ച് ക്രൈം സീനിൽ എത്തിയത്? ഗോപകുമാറിനോടൊപ്പമാണ് തിരിച്ച് ഈ സംഭവ സ്ഥലത്തേക്ക് പോകുന്നത്. ആ ക്രൈം സീനിൽ അപ്പൊ ആരൊക്കെ ഉണ്ടായിരുന്നു? ക്രൈം സീനിൽ മിസ്റ്റർ രാജേന്ദ്രൻ പിള്ള, ഭർത്താവ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പയ്യൻ, ഏജ് എനിക്കറിയില്ല, ഒരു പയ്യനുണ്ടായിരുന്നു. പിന്നെ മിസ്റ്റർ ഗോപകുമാർ. രാജേന്ദ്രൻ പിള്ളയുടെ മകനാണോ? അല്ല, ചോദിച്ചപ്പോ ഗോപകുമാറിന്റെ മകനാണെന്നാണ് പറഞ്ഞത്. രാജേന്ദ്രൻ പിള്ള ആ സമയത്ത് എവിടെ ആയിരുന്നു? വീട്ടിലെ ഏത് സ്ഥലത്തായിരുന്നു? എപ്പോ ഞാൻ നിങ്ങൾ വരുന്ന സമയത്ത്? വീടിനകത്ത് നിൽക്കുമായിരുന്നു. നിങ്ങൾ എവിടെ കൂടെയാണ് വീടിനകത്ത് ഫ്രണ്ട് ഡോർ വഴിയാണ് കയറിയത്. ഫ്രണ്ട് ഡോർ അപ്പൊ തുറന്നിരുന്നു? തുറന്നിരുന്നു. അപ്പോ ഫ്രണ്ട് റോഡ് വഴിയാണ് പോലീസ് അതെ ഇതിനകത്തേക്ക് കടക്കുന്നത്. സംഭവം നടന്ന മുറിക്കകത്ത് പിടിവലി നടന്നതായിട്ടുള്ള അടയാളം ഉണ്ടായിരുന്നു? പിടിവലി നടന്ന അടയാളം ഇല്ലായിരുന്നു. അലമാര എങ്ങനെയായിരുന്നു? അലമാര തുറന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആഭരണങ്ങൾ എവിടെയാ വെച്ചിരുന്നത്? ആഭരണങ്ങൾ അലമാരിക്കകത്ത് ഒരു ഡ്രോയറിൽ. ഡ്രോയർ അടച്ച നിലയിലായിരുന്നോ തുറന്ന നിലയിലായിരുന്നോ? ഡ്രോയർ മീൻസ് ലോക്കുള്ള ഡ്രോയർ അല്ല, സാധാ തട്ട് പോലെ തട്ടിനകത്ത് സ്വർണം ഇരുന്നു. ഒരു ഗോദ്രേജിന്റെ അലമാരയാണല്ലോ ഇവിടെ സീസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, മഹസറിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആ അലമാരയ്ക്കകത്ത് തട്ടിലാണോ സ്വർണം വെച്ചിരുന്നത്? തട്ടിലാണ് സ്വർണം വെച്ചിരുന്നത്. അലമാര തുറന്ന് കിടക്കുമായിരുന്നു. തട്ടില് സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നു. തട്ടിന്റെ പുറത്താണ് സ്വർണം വെച്ചിരുന്നത്. അതെ. ഡ്രോയറിനകത്താണോ തട്ടിലായിരുന്നോ? ഒരിക്കൽ കൂടെ ഓർമ്മിച്ച് പറയും. ഡ്രോയർ എന്ന് ഉദ്ദേശിക്കുന്ന ക്ലോസ്ഡ്, അകത്ത് ഒന്നുകൂടെ ഡ്രോയർ ഉണ്ടാവുമല്ലോ. That is there will be a drawer or locker there will be. And the want to get it clarified because she is clearly telling അലമാരയ്ക്കകത്ത് എവിടെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. സാധാരണ തട്ടിൽ നിരത്തി വെച്ചിരിക്കുകയായിരുന്നോ? യെസ്, തട്ടിന്റെ ഒരു അറ്റത്തായിട്ട് ഒരു കൃത്യമായി പറഞ്ഞ 20 സ്വർണ്ണവളകൾ ഉണ്ടായിരുന്നു. അല്ല, എവിടെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ആ ഡ്രോയർ മീൻസ് തട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിലായിരുന്നു കണ്ടിരുന്നത്. തട്ടിലാണ് അത് വെച്ചിരുന്നത്. മൃതദേഹം കിടന്നത് അലമാരയ്ക്ക് അടുത്തായിരുന്നോ? അലമാരയോട് ചേർന്നല്ല, കുറച്ച് ദൂരത്തായിരുന്നു. കുറച്ച് ഒരു എങ്ങനെ പോയാലും ഒരു 1 മീറ്ററിനേക്കാളും താഴെ, ഒരു 52 സെന്റിമീറ്റർ. മുറിക്കകത്ത് അത്രമാത്രം സ്പേസ് ഉണ്ടായിരുന്നു? അത്യാവശ്യം ഒരു മാസ്റ്റർ ബെഡ്റൂം സൈസിലുള്ള ഒരു ബെഡ്റൂം തന്നെയായിരുന്നു. നിങ്ങളോട് പാൽക്കാരൻ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞതാരാണ്? ഹേമന്ത് മണ്ഡലാണ് പറഞ്ഞത്. ഹേമന്ത് മണ്ഡലാണ് നിങ്ങളോട് പറഞ്ഞത്. പാൽക്കാരൻ കൃഷ്ണൻ നിങ്ങളെ വന്ന് കണ്ടിരുന്നോ? ഈ മൊഴി എടുത്ത ശേഷം പാൽക്കാരൻ കൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ പോലീസ് പാൽക്കാരൻ കൃഷ്ണനെ വിളിച്ചു വരുത്തുകയായിരുന്നു.
അതല്ലാതെ പാൽക്കാരൻ കൃഷ്ണനെ ഹേമന്ത് പറഞ്ഞതനുസരിച്ചാണ് ഹേമന്ത് പറഞ്ഞ മൊഴിയിൽ പാൽക്കാരൻ കൃഷ്ണനെ കണ്ടു എന്ന് പറഞ്ഞതിനാൽ കൃഷ്ണനെ വരുത്തി ഹേമന്താണ് ആദ്യം പാൽക്കാരൻ കൃഷ്ണനെ കണ്ടതായി നിങ്ങളോട് പറഞ്ഞത്. അതെ. നിങ്ങൾ ഗോപകുമാറിനെ ചോദ്യം ചെയ്തിരുന്നോ? ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ മൊഴി ഇതിലൊന്നും കണ്ടില്ലല്ലോ. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ഗോപകുമാർ whether Govamar is a witness before the court Okay, in the okay. prosecution. No, whether he is a witness. No, he is not a witness, and I am asking why prosecution is not producing he as a witness, because he is the one who It is reported. the discretion of the prosecutor. Discretion of the prosecutor is because they are intentionally avoiding certain witnesses. You can bring the witness. I don't have the permission. It is for the prosecutor to decide whom to be a witness Okay. or not to be a witness. But to ask is my right, right? No, you can. You can even cite him as your witness. Okay. And my next question, ഹേമന്ത് മണ്ഡലിന്റെ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അഭിരാം ദാസ് തന്നതാണ്. ചോദിച്ചു ഹേമന്ത് മണ്ഡലിന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹമാണ് എടുത്തു തന്നത്. അഭിരാം ദാസ് അവരുടെ കെയർ ടേക്കർ ആണോ? അല്ല, അഭിരാം ദാസ് കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, കൂടെ ആ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോ അഭിരാം ദാസിന്റെ അവിടെ ഉണ്ടായിരുന്ന മൈഗ്രന്റ് ലേബറേഴ്സിന്റെ എല്ലാം ഫോട്ടോ ഉണ്ടോ? അവരുടെ ഫയൽസും എന്തായാലും രേഖകൾ കാണുമല്ലോ, ആ രീതിയിൽ പുള്ളി അകത്ത് അവരുടെ പോയി. രേഖകളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെ, ആ വീട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അകത്ത് പോയി എടുത്തോണ്ട് വന്നതാണ്. ഹേമന്ത് മണ്ഡലിന്റെ ബാക്കി സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. ബാക്കി The only case is that he got a photo from there. Yes. And you also admit that. അവിടെ നിന്നും ഒരാളെ കൊലപാതകം ചെയ്ത് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ അയാളുടെ സാധനങ്ങൾ വെക്കേണ്ട കാര്യമില്ല. Whether the photo was given by him or not, and whether it was the photo of Hemant Mandal. One photo was given by the, it was told that the police officer got a photograph, and whether the police officer intentionally അയാളെ അങ്ങനെ ഒരു കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നില്ലേ? ഫോട്ടോഗ്രാഫ് തന്നത് അഭിരാം ദാസ് ആണ്. കൂടെ താമസിക്കുന്ന ഒരാളുടെ ഫോട്ടോ കയ്യില് ആരുടെ കയ്യിലായാലും ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ കൂടെ താമസിക്കുന്ന ആരുടെയും ഫോട്ടോ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചു. ഓക്കെ, നിങ്ങൾ ഇതിനകത്തുള്ള നോ, ഐ ആം ജസ്റ്റ് എന്റെ ഒരു രീതിക്ക് ഞാൻ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിനകത്ത് കുറിയുടെ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഹേമന്ത് മണ്ഡൽ പറഞ്ഞു. അതിന് മുമ്പ് തന്നെ അഭിരാം ദാസ് പറഞ്ഞിരുന്നു, എന്നോട് ഓൾറെഡി പറഞ്ഞിരുന്നു. അഭിരാം ദാസിന്റെ മൊഴിയിൽ ഉണ്ടത്. ഇങ്ങനെ ഐ മീൻ ഹേമന്ത് മണ്ഡൽ ആ ദിവസം രാവിലെ തന്നെ ചിട്ടിയുടെ നറുക്കെടുപ്പിന് പോകുമെന്ന് അറിയിച്ചിട്ടാണ് പോയതെന്ന് അഭിരാം ദാസിന്റെ മൊഴിയിൽ. ആ സ്ഥലത്ത് ചിട്ടി നടത്തിയെടുത്ത് ഹേമന്ത് മണ്ഡൽ പോയതായി നിങ്ങൾ അന്വേഷിച്ചോ? അതെ, അന്വേഷിച്ചു. അവിടെ പോയിരുന്നോ? പോയിരുന്നു. ആ മൊഴി ഇതിനകത്ത് കാണുന്നില്ല. നിങ്ങളുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനകത്ത് അത് കാണുന്നില്ല. തുക എത്രയാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കുറിത്തുക എത്രയാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കുറിത്തുക അറിഞ്ഞത് ഹേമന്ത് മണ്ഡൽ പറഞ്ഞിട്ടാണ്. ഹേമന്ത് മണ്ഡൽ ഹേമന്ത് മണ്ഡലും പറഞ്ഞിട്ടുണ്ട്, അഭിരാം ദാസിന്റെ മൊഴിയിൽ അഭിരാം ദാസും പറഞ്ഞിട്ടുണ്ട്. രണ്ടിലും 3 ലക്ഷം രൂപ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ. കുറി കിട്ടിയ ആൾ ആ പണം ഹേമന്ത് മണ്ഡലിന് കൊടുത്തോ ഇല്ലയോ എന്നുള്ള അന്വേഷണം നിങ്ങൾ നടത്തിയോ? നടത്തി. എന്താണ് അയാൾ പറഞ്ഞത്? കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ. ഈ കുറ്റാരോപിതന്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തതിൽ ആ തുകയുണ്ടായിരുന്നോ? ബാഗില് 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ പണം 3 ലക്ഷം രൂപ കുറ്റവാളിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 3,10,000 രൂപ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പണം ചിട്ടി അടിച്ച് കിട്ടിയ പണം അല്ലായിരുന്നു. അല്ല, അത് നമുക്ക് അയാൾ പറഞ്ഞതാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ചിട്ടി പൈസയാണെന്നാണ് ഹേമന്ത് മണ്ഡൽ മൊഴിയില് ചിട്ടി പൈസ അല്ല. 3 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നത് ചിട്ടി പൈസ അല്ല എന്നാണ് ഹേമന്ത് മണ്ഡൽ അത് ചിട്ടി പൈസ അല്ല എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? സ്വർണം കൊടുത്ത് നരസിംഹന്റെ കയ്യിൽ നിന്ന് കിട്ടിയ 3 ലക്ഷമാണ് തന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഹേമന്ത് മണ്ഡൽ പറഞ്ഞത്. അപ്പോൾ ഹേമന്ത് മണ്ഡൽ നിങ്ങളോട് പറഞ്ഞതാണോ ഇവിടെ ഇപ്പൊ സാക്ഷിമൊഴിയായിട്ട് എടുക്കാൻ പറ്റുന്നത്? Officer has already stated that the accused has confessed. The confession statement can be taken as the evidence, sir. Confession to the police officer. No, question is confession, whether it is admissible as evidence, that is, it is to be argued.
The question Yes, is whether okay. he has stated or not. ഓക്കെ സാർ. അപ്പൊ കൃത്യമായും ഇയാൾക്ക് വേണ്ടിയിരുന്നത് 3 ലക്ഷം രൂപയാണ്. അതെ 3 ലക്ഷം രൂപയാണ് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതെ 3 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണമാണ് ഇയാള് കൊടുത്തതായിട്ടും കടക്കാരൻ ഇയാളുടെ കയ്യിൽ കൊടുത്തതായിട്ടുമാണ് നിങ്ങൾ കടക്കാരൻ പറയുന്നത്. 3 ലക്ഷം രൂപ തന്നു എന്ന് തന്നെയാണ് ഹേമന്ത് മണ്ഡൽ ആ പറഞ്ഞത്. കുറിയുടെ കൃത്യമായ തുകയ്ക്കുള്ള വളകൾ മാത്രം കൃത്യമായും ആ വീട്ടിൽ നിന്ന് എടുത്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല പറയുന്നത്. കിട്ടിയ പണം 3 ലക്ഷമാണ്. ആദ്യം 2 ജ്വല്ലറിയിൽ കയറിയെന്നും അവര് താൻ ആഗ്രഹിച്ച തുക തരാഞ്ഞത് കൊണ്ടും അവരുടെ തുക അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ടും അദ്ദേഹം അവിടെ ആ സ്വർണം കൊടുത്തില്ല. അദ്ദേഹം ആ കടയുടെ ഓണേഴ്സ് അത് എടുത്തതുമില്ല. അതുകൊണ്ട് ജയ ജ്വല്ലറിയിൽ പോയി. ജയ കടകളിലാണ് അവർ ജ്വല്ലറിയിൽ കയറിയത്? അതിനു മുമ്പ് ഏതൊക്കെ സ്വർണ്ണക്കടകളിലാണ് ഹേമന്ത് മണ്ഡൽ പോയത് വിൽക്കാനെ? അടുത്ത് ഈ ജ്വല്ലറീസ് എല്ലാം വളരെ അഡ്ജസന്റ് ആയിട്ട് തന്നെ ഉള്ള ജ്വല്ലറീസ് ആണ്. അവരോട് ജയ ജ്വല്ലറിയിലാണ് സ്വർണം കൊടുത്തത്. ഇയാൾ ഇതിനു മുമ്പ് പോയ 2 സ്വർണ്ണക്കടകളിലും പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ അന്വേഷണം നടത്തിയോ? അന്വേഷണം നടത്തി. അതിന്റെ റിപ്പോർട്ടുകൾ ഇൻക്വസ്റ്റിൽ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജയ ജ്വല്ലറിയിലും You want to say that it is there in the inquest? സോറി, ഇതിനകത്ത് അത് അങ്ങനെ 2 കടകളിൽ പോയി അന്വേഷണം നടത്തിയതായിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞു കാണുന്നില്ല. അന്വേഷണ റിപ്പോർട്ടിനകത്ത് അത് കാണുന്നില്ല. അപ്പൊ ഈ 2 കടകളിൽ നിന്നുള്ള ആൾക്കാര് ഹേമന്ത് മണ്ഡലിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയോ? ഇങ്ങനെ ഒരാൾ അവിടെ ചെന്നിരുന്നു എന്ന അവരുടെ അടുത്തു നിന്നുള്ള മൊഴി ഇതിനകത്ത് കാണുന്നില്ല. ഇതെല്ലാം അന്വേഷിച്ചിട്ട് തന്നെയാണ് ജയ ജ്വല്ലറിയിൽ പോയിട്ട്. അത് ഹേമന്ത് മണ്ഡൽ പറഞ്ഞതനുസരിച്ച് എന്ന് നിങ്ങൾ പറയുന്നതാണ്. അവിടെയുള്ള കടക്കാരനോട് നിങ്ങൾ ആ കടയിൽ മാത്രമാണ് നിങ്ങൾ കൊണ്ടുചെന്നത്. അവിടെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ്. ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പൂർണ്ണമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാത്തത്? റിപ്പോർട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഹേമന്ത് മണ്ഡൽ പറഞ്ഞതനുസരിച്ച് സരോജിനിയമ്മയെ കാണാൻ പാൽക്കാരൻ ചെന്ന സമയം എത്ര മണിയായിരുന്നു? 10:45 അല്ലേ? 11 ആവാറായി. 10:30ക്കും 11നും ഇടയ്ക്ക് ഒരു സമയത്താണ് അവരവിടെ ചെന്നത്. പാൽക്കാരന്റെ മൊഴി അനുസരിച്ച് 10:45 പാൽക്കാരൻ കൃഷ്ണൻ അവിടെ ചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്താണ് പാൽക്കാരൻ കൃഷ്ണൻ ഹേമന്ത് മണ്ഡലിനെ കണ്ടതായി പറഞ്ഞിരിക്കുന്നത്. ഇത് വ്യക്തമാണല്ലോ. അതെ, 10:45 അവിടെ കണ്ടിട്ടുള്ളത് എന്നുള്ളത്. ഹേമന്ത് മണ്ഡലിന്റെ ടിക്കറ്റ് എടുത്ത സമയം ടിക്കറ്റിൽ നിന്ന് നോട്ട് ചെയ്തിരുന്നു? എത്ര മണിക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തത്? Is a train starting from No, what she is asking whether if it is known to the investigating officer, she will say that. Don't worry. He is a competent investigating officer. കറന്റ്ലി ഞാൻ ഓർക്കുന്നില്ല. ടൈം ഉണ്ടെങ്കിൽ എന്തായാലും 173 റിപ്പോർട്ടിൽ ഉണ്ടാവണം. ഹേമന്ത് മണ്ഡലിന്റെ ഫോൺ നിങ്ങൾ കണ്ടെടുത്തപ്പോ അതെ അത് സ്വിച്ച് ഓഫ് കണ്ടീഷനിലായിരുന്നു. അതെ. എത്ര മണിക്കാ സ്വിച്ച് ഓഫ് ചെയ്തത് നോക്കിയോ? How do you know that? Tower location will tell the investigating officer. They have not stated that the CDR is produced before the court. It should have been produced. Why? What is the relevance? It is a mobile phone and usually ഇപ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സിൽ എല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ മൊബൈൽ ഫോൺ അതിനനുസരിച്ച് അത് the accused is identified not because of the mobile phone. പക്ഷെ അങ്ങനെ പോയി എന്നുള്ളതും മൊബൈൽ ഫോണിന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കണ്ടീഷനിൽ കണ്ടുപിടിച്ചതും ആ സ്വിച്ച് ഓഫ് ചെയ്തത് ഇവര് കണ്ടുപിടിച്ച ഫോൺ ഇയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഫോൺ അനുസരിച്ച് അയാളുടെ കയ്യിലിരുന്ന ഫോണ് എപ്പോഴാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് അറിഞ്ഞാൽ ഇയാളത് എനിക്കിവിടെ അത് മനഃപൂർവ്വമാണോ അല്ലയോ അയാൾ സ്വിച്ച് ഓഫ് ചെയ്തത് അങ്ങനെ ട്രേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചോദിച്ചത്. ഇതിനു മുമ്പുള്ള പല കേസസിലും കുറ്റവാളിയെ കണ്ട് കിട്ടാത്ത കേസസിൽ നമ്മൾ ടവർ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് ഓൾറെഡി പിറ്റേ ദിവസം, അതായത് 24 മണിക്കൂർ പോലും ആയിട്ടില്ല,
നമുക്ക് ഉടനെ തന്നെ അതുകൊണ്ടാണ് പ്രതിയെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഡിഫൻസിന്റെ സ്ഥലത്തും ആ ഒരു ചോദ്യം വന്നത്. 1 മണിക്കൂറിനകം വരുന്ന ഒരു ഫോണിന് നിങ്ങൾ എന്തുകൊണ്ട് ടവർ ലൊക്കേഷൻ വെച്ച് എവിടെ പോയി എന്നുള്ളത് ഈ എല്ലായിടത്തും നിങ്ങൾ ഫോട്ടോസ് അയച്ചു കഴിഞ്ഞിട്ട് ഈ മൊബൈൽ ഫോൺ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. She is already stated she got the information from the Railway Protection Force. യെസ് സർ, പക്ഷെ അത് ഒരു ദിവസം, അടുത്ത ദിവസം രാവിലെയാണ് അത് കിട്ടിയിരിക്കുന്നത്. അതിനു മുമ്പ് ഫോൺ ചെയ്ത് നോക്കാമല്ലോ. That is for the ഈ ഫോൺ investigation officer. അതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അത് ചെയ്തില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. 24 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ പ്രതിയെ 24 മണിക്കൂർ കഴിഞ്ഞ് കണ്ടുപിടിച്ച് സാധാരണ കഴിഞ്ഞു. നിങ്ങൾ ഫോൺ ചെയ്ത് ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ പോകാറുള്ളൂ. പ്രതിയെ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ആ ഫോണിലേക്ക് വിളിച്ചു നോക്കുക എന്നുള്ളതല്ലേ. കിട്ടാത്ത She സാഹചര്യങ്ങളിൽ has already stated that the She other witness has already stated to the investigating officer, ഞാൻ വിളിച്ചിട്ടും ഫോൺ കിട്ടുന്നില്ല. ആണ്, പക്ഷെ അതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചാൽ അത് കിട്ടുന്നില്ല എന്നല്ലല്ലോ അർത്ഥം. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നുള്ള രീതിയിൽ ആ നമ്പറിൽ പോലീസ് ഓഫീസർ കോൺടാക്ട് ചെയ്തോ എന്നുള്ളതാണ്. മെറ്റീരിയൽ at what time the mobile has switched off? യെസ് സർ. Is it has any relevance in അതെ this അതെ, case? അത് മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതാണോ, അതിന്റെ ചാർജ് പോയി അത് ഓഫ് ആയതാണോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് അത് സ്വിച്ച് ഓഫ് ആക്കിയതാണ് എന്ന് ഹേമന്ത് മണ്ഡൽ പറയുന്നുണ്ട്. ഹേമന്ത് മണ്ഡലിന്റെ ഇതല്ല, നിങ്ങൾ അത് പരിശോധിച്ചോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയോ? According to the investigating officer, it is stated by the accused. അത് സ്വിച്ച് ഓൺ ചെയ്ത് പരിശോധിച്ചോ? സ്റ്റേറ്റ് അക്യൂസ്ഡ് പറയുന്ന എല്ലാം വിശ്വസിക്കുകയല്ലല്ലോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചെയ്യേണ്ടത്. ലഭിക്കുന്ന ഫോൺ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റിഗേറ്റർ ഓപ്പൺ ചെയ്ത് പരിശോധിക്കും. അതെ, അത് ചെയ്തപ്പോ അതിനകത്ത് ചാർജ് ഉണ്ടായിരുന്നോ എന്നുള്ളത്. അതിപ്പോ ഞാനത് എന്റെ വാട്ട് ഇൻറ്റൻഷൻ വാസ് ആക്ച്വലി ഡിസ്ക്ലോസ്ഡ് ബൈ ദി കോർട്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ദാറ്റ് വാസ് മൈ ഇന്റൻഷൻ അങ്ങനെ ചോദിച്ചതിന്റെ. ആൻഡ് നിങ്ങൾ ചെന്നൈയിൽ ബന്ധപ്പെട്ടത് റെയിൽവേ പോലീസുമായിട്ടായിരുന്നു. Railway She has Protection stated that Force. she has communicated the matter to all police stations, including railway police. Is it railway police? Yes, I sent this photo to all police stations and railway police. എനിക്ക് ഇൻഫർമേഷൻ തിരികെ കിട്ടിയത് RPF നിന്നാണ്. നിങ്ങൾ പ്രതിയെ കളക്ട് ചെയ്യാൻ, കുറ്റാരോപിതനെ കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നേരിട്ടാണോ? അല്ല, ഞാൻ വിട്ടതാണ്. അനദർ പോലീസ് ഓഫീസറിനെ അയച്ചത്. ആരെയാണ് അത്ര ഓതറൈസ് ചെയ്ത് വിടുന്ന ഒരാളുടെ പേര് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ റിപ്പോർട്ടിൽ കാണുന്നില്ല. ആരെയാണ് നിങ്ങൾ ഇത്രയും പ്രമാദമായ ഒരു കൊലക്കേസിന്റെ പ്രതിയെയും ഈ ആഭരണങ്ങളെയും ഇതിന്റെ പണമടക്കം സീഷർ ചെയ്തതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ആരെയാണ് വിട്ടതെന്ന് ഇതിനകത്ത് കാണുന്നില്ല. അത് പ്രത്യേകമായി നോട്ട് ചെയ്യുക. എത്ര മണിക്കാണ് നിങ്ങൾക്ക് ചെന്നൈയിൽ നിന്നുള്ള ഹേമന്ത് മണ്ഡലിനെ കണ്ടതായിട്ടുള്ള വിവരം കിട്ടിയത്? 7 മണിക്കും 7:30ക്കും ഇടയ്ക്ക് ഒരു സമയമായിരുന്നു. 7 മണിക്കും 7:30ക്കും ഇടയ്ക്കുള്ള സമയത്താണ് കിട്ടിയത്. അതെ. ദാറ്റ് പോയിന്റ് ഓൾസോ ഷുഡ് ബി നോട്ടഡ്. 7 മണിക്കും 7:30ക്കും ഇടയ്ക്കാണ് എന്നാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് എത്ര മണിക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവരാനായി പോയത്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ല പോയത്. ഇവിടെ നിന്ന് വിട്ടല്ലോ. അവരെങ്ങനെ പോയത്? നിങ്ങൾ പോയെന്നാണ്. അത് ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ചോദിച്ചതാ. You cannot. Sorry, Honor. സംഭവം you are taking all the evidences from the investigating officer to convict the accused. ഇവിടെ നിന്നും എങ്ങനെയാണ്, അവിടെ നിന്നും ചെന്നൈയിൽ നിന്ന് എങ്ങനെയാണ് ഇതിനെ കുറ്റാരോപിതനെ കൊണ്ടുവന്നത്? ട്രെയിനിലാണ് കൊണ്ടുവന്നത്. ഏത് ട്രെയിനിൽ? അത് പോയ ഓഫീസർ എന്നല്ല, ഇതൊരു റിപ്പോർട്ടിനകത്ത് വരേണ്ട കാര്യങ്ങളാണ്. ചെന്നൈയിൽ അവിടെ എന്തെല്ലാം ചെയ്തു എന്നുള്ളതും നിങ്ങളുടെ റിപ്പോർട്ടിലുണ്ട്. എത്ര മണിക്ക് അവിടെ എത്തി, എങ്ങനെയാണ് അവിടെ എവിടെയെല്ലാമാണ് ആ പ്രതിയെ പ്രൊഡ്യൂസ് ചെയ്തത്, എപ്പോഴാണ് തിരിച്ചു കൊണ്ടുവന്നത്? 173 റിപ്പോർട്ടിൽ അതെല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുപോയതുണ്ട്. ഹാജരാക്കിയ ശേഷമാണ്. എത്ര മണിക്കാണ് ഈ ഓരോ സമയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് എടുത്തു ചോദിക്കേണ്ടി വന്നത്. തിരിച്ചെപ്പോഴാണ് തിരുവനന്തപുരത്ത് എത്തിയത്? അതാ പോലീസ് ഓഫീസർ പറയണ്ടേ, നേരെ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യല്ലോ, കൊണ്ടുവന്ന് നേരെ. അത് ഏത് തീയതിയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ?
എത്രാം തീയതിയായിരുന്നു? 27. 27-ാം തീയതിയായിരുന്നു. അതിനുശേഷം പ്രതിയെ റിമാൻഡിൽ വാങ്ങിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതിയെന്ന് ഹേമന്ത് മണ്ഡലിനെ കണ്ടുവെന്ന് പ്രതിയെന്ന് പറയപ്പെടുന്ന ഹേമന്ത് മണ്ഡലിനെ പറഞ്ഞ പാൽക്കാരനെ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? ചെയ്തു. നിങ്ങൾ സംശയത്തിന്റെ ദൃഷ്ടിയിലല്ലല്ലോ ചോദ്യം ചെയ്തത്, വെറുതെ ഒരു ചോദ്യം, അയാൾ പറഞ്ഞത് വിശ്വസിച്ചെടുക്കുക എന്നുള്ളത് മാത്രം. പ്രതി ആരാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് എല്ലാവരും സംശയത്തിനിരയാണ് ആരാണെങ്കിലും. അപ്പൊ ആ സംശയത്തിന്റെ രീതിയിൽ ചോദ്യം ചെയ്തത് ഇവിടെ ഒരാളെ മാത്രമായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് എടുത്തു ചോദിച്ചു എന്നേ ഉള്ളൂ. ആൻഡ് you have seen the 173(2) report. Have you seen the case diary? കണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് മിസ് ചെയ്തിട്ട് ചെറിയ പോയിന്റ്സ് മാത്രമാണ്. നോ സാർ, അത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല. It is the it contains all the procedures of the investigation. But as a defense what is stated in 173, it is available for the court. And what is available to me was also referred. Yes. And as a defense advocate, ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലും ചോദിക്കാം എന്നുള്ളതായിരുന്നു. അത് കോടതി ധിക്കാരമായിട്ട് കണക്കാക്കണ്ട. You can ask anything and all. ഇതിൽ നിന്ന് നിങ്ങൾ പ്രതിയെ കിട്ടാതെ വന്നപ്പോൾ ആ ദിവസം തൊട്ടടുത്ത ദിവസം ഇവിടെ നിന്ന് നിഷ്കളങ്കനായി നേരത്തെ തന്നെ വീട്ടിൽ പോകാൻ തയ്യാറായി പോയ ഒരാളുടെ തലയിൽ ഈ കുറ്റം വെച്ച് കെട്ടുകയായിരുന്നു എന്നുള്ള സംശയം ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കും. ഇവിടെ സംശയത്തിന്റെ ഒരു ഡൗട്ട് പറയുന്നുണ്ട്. ഈ ടൈമിന്റെ കാര്യത്തിൽ ഒരു സംശയം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് മെസ്സേജ് കിട്ടുന്ന ടൈം എത്ര മണിക്കാണെന്ന് ഒന്നുകൂടെ നോക്ക് പറയാമോ? 773 റിപ്പോർട്ടിൽ അതിൽ ടൈമിങ്ങിൽ ചെറിയൊരു വ്യത്യാസം പറയുന്നുണ്ട്. 7:30 അതല്ല, 8 മണിയാണ് അത് പറയുന്നത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യണേ. പേജ് നമ്പർ 17. അത് നമ്മൾ 8 മണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 8 മണിയാണ്. 8 മണിക്കാണ് ഒരു മെസ്സേജ്. അപ്പൊ ഈ പറഞ്ഞ 7:30 അല്ല. ഓക്കെ. 3:13 ആണെങ്കിൽ ഇതിലൊരു ചോദ്യം, ഞങ്ങൾക്കിപ്പോ തീർത്തും ബോധ്യമായ കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എതിരെയല്ല, അതിനുള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യെസ് ഓർ നോ രീതിയിൽ ആൻസർ ചെയ്താണ്. ഈ ഫിംഗർ പ്രിന്റ് നിങ്ങളതാണെന്ന് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ഒരു എക്സ്പേർട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതിനകത്ത്? നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ആണെന്ന് എക്സ്പേർട്ട് വിറ്റ്നസ് നമുക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനകത്ത് എന്താ പറയാനോ, എന്തെങ്കിലും പറയാനുണ്ടോ? അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിനൈ ചെയ്യുന്നുണ്ടോ? എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, ഒരു വൺ വേർഡ് ആൻസർ. ചെയ്യുന്നില്ല. ശരി. ഇനി now the prosecution case, they have made this thing almost they have proved the case, and so that we will go to here if you have anything to say from the defense. So defense can have their examination witnesses if any you are you have. DW1 Bijoy Guru. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. നിങ്ങളുടെ പേരെന്താണ്? വിജയപുരം. നിങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത്? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ നിന്ന് എത്ര നാളായി കേരളത്തിലെത്തിയിട്ട്? 6 കൊല്ലത്തോളമായി. ഹേമന്ത് മണ്ഡലിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് എങ്ങനെയാണ് ഹേമന്ത് മണ്ഡലിനെ ഏത് രീതിയിലാണ് കണ്ടതെന്നുള്ളതും കോടതി ബോധ്യപ്പെടുത്തുക. ഹേമന്ത് മണ്ഡലിനെ കാണുന്നത് ഞങ്ങൾക്ക് എല്ലാ
ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഞങ്ങൾക്ക് ഒരു ചിട്ടി ഉണ്ട്. നമ്മളൊരു പ്രദീപ് ശർമ്മ എന്ന് പറഞ്ഞ ഒരു അന്യസംസ്ഥാന തൊഴിലാളി തന്നെയാണ് ആ ചിട്ടി നടത്തുന്നത്. പട്ടത്താണ് അദ്ദേഹത്തിന്റെ വീട്. ഞങ്ങൾ ആ വീട്ടിൽ എല്ലാ മാസവും 25-ാം തീയതിയാണ് ചിട്ടി നറുക്കെടുപ്പ് നടക്കുന്നത്. ആ ദിവസം അവിടെ പോവാറുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഹേമന്ത് മണ്ഡലിനെ കാണാറുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ 25-ാം തീയതി ഏപ്രിൽ മാസം 2022-ലും അവിടെ പോയപ്പോൾ, ചിട്ടി ദിവസം പോയപ്പോൾ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ചിട്ടി വീണത് വേറൊരു വ്യക്തിക്കാണ് വീണത്. അതിനെ സംബന്ധിച്ചുള്ള ചിട്ടി വീണതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ചിട്ടി വീണത് പറയുന്നത്. രാംഗോപാൽ ചാറ്റർജി എന്ന വ്യക്തിക്കാണ് ചിട്ടി വീണത്. രാംഗോപാൽ ചാറ്റർജിക്ക് ചിട്ടി കിട്ടിയിട്ട് പിന്നെന്ത് സംഭവിച്ചു? അന്ന് ആക്ച്വലി ചിട്ടി വീഴുന്നതിന് മുമ്പ് തന്നെ ഈ ഹേമന്ത് മണ്ഡൽ എന്നെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചിട്ടി വീഴുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ പൈസ കൊടുക്കണമെന്ന് അയാൾ എല്ലാവരോടും ഒന്ന് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് അത്യാവശ്യമാണെന്നുള്ളത്. സാധാരണ അന്ന് ചിട്ടി വീഴുന്ന ആ ദിവസങ്ങളിൽ, ചിട്ടി നടക്കുന്ന ദിവസം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. ആർക്കെങ്കിലും അത്യാവശ്യമുള്ളവരാണെങ്കിൽ ചോദിച്ച് വീഴുന്ന പൈസ തരണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഹേമന്ത് മണ്ഡൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാംഗോപാൽ ചാറ്റർജിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിട്ടി വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പൈസ ചോദിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ചിട്ടി നടത്തുന്ന ദിവസം ഈ പൈസ അന്ന് തന്നെ നിങ്ങൾക്ക് തരികയാണോ ചെയ്യുന്നത്? ചിട്ടി നടക്കുന്ന ദിവസം തന്നെയാണ് പൈസ തരുന്നത്. അന്ന് വീഴുന്ന ദിവസം തന്നെ തരും. രാംഗോപാൽ ചാറ്റർജിയായിട്ട് ഹേമന്ത് മണ്ഡൽ അവര് തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? അല്ല, അന്ന് സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്ന പോലെ രാംഗോപാൽ ചാറ്റർജിയോടും ഇദ്ദേഹം പൈസ ചോദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. രാംഗോപാൽ ചാറ്റർജി ആ പൈസ കൊടുക്കാനില്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് കോടതിക്ക് അറിയാം. അദ്ദേഹം ആ പൈസ ഒരു ചിട്ടി വീണ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തതായിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിരുന്നു. That's all. PW1 അല്ലെ? നമുക്ക് അന്ന് കണ്ട കാര്യങ്ങളൊന്ന് പറയാമോ? ഇപ്പൊ ഈ ചിട്ടി നടന്ന സ്ഥലത്ത് പോയിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതാണ് പറഞ്ഞത്. അല്ല, അത് പറയാൻ കാരണം നമ്മളവിടെ എത്ര മണിക്കാണ് അവിടെ ചെന്നത്? സാധാരണ എല്ലാ മാസവും 9:30-ക്കാണ് ചിട്ടി ദിവസം. അല്ല, എത്ര മണിക്ക് അവിടെ എത്തിയിരുന്നു? 9:30-ക്കാണ് എത്തിയത്. ആ സമയത്ത് ഹേമന്ത് ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. പ്ലീസ് നോട്ട് യുവർ ഓണർ, ഹേമന്ത് മണ്ഡലിനെ ആക്ച്വലി അതിനു മുമ്പ് കണ്ടിട്ടില്ല. ഐ മീൻ, ഹേമന്ത് മണ്ഡൽ അവിടെ ചെന്ന സമയം ശേഷമാണ് ഹേമന്ത് മണ്ഡൽ അവിടെ ഇരുന്നത്. അതിന് മുമ്പ് ഹേമന്ത് മണ്ഡൽ എത്തിയിട്ടില്ല. ഹേമന്ത് മണ്ഡൽ സംസാരിച്ചിരുന്നോ ആളുമായിട്ട്? 9:30-ക്ക് ശേഷമാണ് ചിട്ടി ഹേമന്ത് മണ്ഡലുമായിട്ട് സംസാരിച്ചിരുന്നോ? ഹേമന്ത് മണ്ഡൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഹേമന്ത് മണ്ഡലായിട്ട് സംസാരിച്ചിട്ടില്ല, കണ്ടത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണ് അവിടെ കണ്ടത്? ഇല്ല, ഞാൻ കണ്ടത് ഈ ചിട്ടി പൈസ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടോ? സംസാരിക്കുന്നത് കേട്ടായിരുന്നു? സംസാരിക്കുന്നത് കേട്ടായിരുന്നു. എത്ര ദൂരത്തിലാണ് നമ്മൾ നിന്നത്? ഇത്ര ദൂരത്തിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പം അതിനുശേഷം ഉടനെ തന്നെ പൈസ കൊടുക്കുകയായിരുന്നു? ചിട്ടി വീണതിന് ശേഷം ആർക്കാണോ ഡിക്ലെയർ ചെയ്ത് പറഞ്ഞു. അതിനുശേഷം ചിട്ടി ആർക്കാണ് വീണത്? രാംഗോപാൽ ചാറ്റർജിക്കാണ് വീണത്. രാംഗോപാൽ ചാറ്റർജി. അപ്പൊ രാംഗോപാൽ ചാറ്റർജി ഒന്നും പറഞ്ഞില്ലേ? ഉടനെ തന്നെ എടുത്ത് കൊടുക്കുകയായിരുന്നു? ഇല്ല, അദ്ദേഹത്തിനോട് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പോൾ തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. അതിന് ശേഷമാണ് കൊടുക്കണം, പൈസ കിട്ടിയ. ഓക്കെ. രാംഗോപാൽ എവിടെയാണ്? നാട് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ. അഡ്രസ് ഒന്ന് പറയാമോ? അഡ്രസ് വെസ്റ്റ് ബംഗാൾ അഡ്രസ് ആണോ? നമ്മൾ താമസിക്കുന്ന വീടിന്റെ അഡ്രസ് അറിയാമല്ലോ. ഞാൻ 6-7 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവിടുത്തെ അറിയില്ല, പോകുന്നില്ല. മറന്നുപോയി. ഡാർജിലിംഗിലാണ്. വെസ്റ്റ് ബംഗാൾ. നോട്ട് യുവർ ഓണർ, സ്വന്തം വീടിന്റെ അഡ്രസ് പോലും അറിയില്ല. വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗിലാണ് താമസിക്കുന്നത്. അത് മനസ്സിലായി, അതെനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ വീടിന്റെ അഡ്രസ് മറന്നു പോകാറുണ്ടോ? പറയൂ. അല്ല, ഇവിടുത്തെ അഡ്രസ് 5-6 വർഷം മാറി താമസിക്കുന്നത് ശരി തന്നെ എന്ന് പറഞ്ഞ് ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഡ്രസ് ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മൾ എത്ര വർഷമായിട്ട് 10 വർഷമായിട്ട് ഇപ്പൊ ഇവിടെയാണ്, പക്ഷെ മറക്കില്ല. അപ്പൊ അത് പോട്ടെ, പ്ലീസ് നോട്ട് യുവർ. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് ഇതിനകത്തൊരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പ്രകാരം നമ്മൾ നമ്മളവിടെ വരുന്ന ശേഷമാണ് ഹേമന്ത് മണ്ഡലം നമ്മൾ കാണുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അതിനു മുമ്പേ ഈ ആളുമായിട്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ 116 പറയുന്നില്ല. നമ്മൾ ഹേമന്ത് മണ്ഡലോട് സംസാരിച്ചിട്ടില്ല, നമ്മൾ കേട്ടത് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പക്ഷേ ഈ ഇതിലാണ് നേരത്തെ വന്നിരിക്കുന്ന ഒരു മൊഴിയിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇല്ല, കണ്ടതായിട്ട് സംസാരിച്ചതായിട്ട് പറയുന്നുണ്ടോ? ഇല്ല, ഞാൻ 9:30-ക്കാണ് വന്നത്. അതിന് ശേഷമായിരിക്കാം ഹേമന്ത് മണ്ഡലോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതെ. ഓക്കെ യുവർ ഓണർ, താങ്ക് യു.
അപ്പൊ ഹേമന്ത് മണ്ഡലിന് പൈസ കൊടുക്കുന്നതായിട്ട് കണ്ടു അല്ലേ? അതെ. ഈ ചിട്ടി നടത്തുന്നത് ആരാണ്? പ്രദീപ് ശർമ്മ. പ്രദീപ് ശർമ്മ പറയുന്നത് കോടതി ബോധിപ്പിച്ചിരിക്കുന്നത് പൈസ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നാണല്ലോ. അതെനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ ചിട്ടി ഞെർക്ക് വീണത് ചാറ്റർജിക്കല്ലേ? അതെ, രാംഗോപാൽ ചാറ്റർജിയും പൈസ കൊടുത്തില്ല എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അറിയത്തില്ല. യുവർ ഓണർ കൈൻഡ്ലി നോട്ട് ദ പോയിന്റ്. ഈ വിറ്റ്നസ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന വിറ്റ്നസ് അല്ല. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ DW1 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. കൈൻഡ്ലി നോട്ട് ദ പോയിന്റ്, യുവർ ഓണർ. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. മൂന്ന് ലക്ഷത്തിന്റെ ചിട്ടിയാണല്ലോ പിടിക്കുന്നത്. ഈ ചിട്ടിയുടെ പ്രോസസ്സ് എങ്ങനെയാണ്? നമുക്കൊരു 5,000 രൂപ വെച്ച് 12 മാസമാണെങ്കിൽ 60,000. അത് വെച്ച് 5 വർഷമാണ് 3 ലക്ഷം ആവുന്നത്. അപ്പൊ 3 ലക്ഷത്തിന് ഒരാൾ ചിട്ടി ചേരുകയാണെങ്കിൽ മൊത്തം തുകയും, ഇപ്പൊ പ്രദീപാണല്ലോ ചിറ്റാളൻ, മൊത്തം തുകയും കൊടുക്കൂ. ഇതെങ്ങനെയാന്ന് വെച്ചാല് 15,000 രൂപയുടെ 21 മാസത്തെ ചിട്ടിയാണ്. ശരി. ഓക്കെ. 21 മാസം എന്ന് പറഞ്ഞാൽ 20 അംഗങ്ങളെ ഉണ്ടാവുള്ളൂ. നമ്മൾ 21 മാസം കെട്ടണം. ആ ഒരു പൈസ, ഒരു ചിട്ടിയുടെ തുക എന്ന് പറയുന്നത് ഈ ചിറ്റാളനുള്ളതായിരിക്കും. ചിട്ടി കെട്ടുന്ന ആ ചിട്ടി നടത്തിപ്പ് പ്രദീപിനുള്ളതായിരിക്കും. പ്രദീപിനുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് അത് പോണത്. അപ്പം ഈ 3 ലക്ഷത്തിന്റെ അയാളുടെ ഷെയർ കുറച്ചിട്ടല്ലേ കൊടുക്കേണ്ടത്? അങ്ങനെയല്ല. ഒരു ചിട്ടി ആദ്യം നറുക്കെടുക്കുന്ന ആദ്യത്തെ ചിട്ടി ഈ വ്യക്തിക്കായിരിക്കും പോകണം. അത് നമുക്ക് ആരും കിട്ടത്തില്ല. രണ്ടാമത് മുതലാണ് നറുക്ക് തുടങ്ങുന്നത്. ഒരു ഡിഡക്ഷനും ഇല്ല, 3 lakhs തന്നെ കൊടുക്കും എന്നാണ് പറയുന്നത്. അത് 21 ചിട്ടി ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ 21 ചിട്ടി കെട്ടിയിട്ടാണ് നമുക്ക് 3 ലക്ഷം രൂപ കിട്ടുന്നത്. അതിൽ ആദ്യത്തെ ചിട്ടിയാണ് 15,000 രൂപ. അത് ആ ചിറ്റാളം തന്നെയാണ് എടുക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ താങ്കള് അംഗങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പം ഈ ചാറ്റർജി എമൗണ്ട് ഹേമന്ത് മണ്ഡലിന് കൊടുക്കുന്നതായിട്ട് താങ്കൾ കണ്ടല്ലോ, അതിന്റെ ഡിനോമിനേഷൻ എന്തായിരുന്നു? ഡിനോമിനേഷൻ പൈസ നമുക്ക് എങ്ങനെ അതൊരു ബണ്ടിലായിട്ടല്ലേ കൊടുക്കുന്നത്, അറിയാമല്ലോ. അല്ല, ബണ്ടിലാണെങ്കിലും നമുക്ക് കാണുമ്പോൾ അറിയാലോ. ഇപ്പൊ 500ന്റെ കെട്ടാണോ അല്ലെങ്കിൽ 100ന്റെ കെട്ടാണോ? 100നാണെങ്കിൽ ഒരുപാട് ബണ്ടിൽസ് കാണും, 500നാണെങ്കിൽ ലിമിറ്റഡ് ബണ്ടിൽസ് കാണും. അത് എങ്ങനെയായിരുന്നു അതിന്റെ ഡിനോമിനേഷൻ? ഡിനോമിനേഷൻ അറിയാമല്ല, ഒരു ബണ്ടിലായിട്ടാണ് കൊടുത്തത്. അതായത് 500ന്റെ ആണോ 100ന്റെ ആണോ എന്ന് താങ്കൾ കണ്ടില്ല? അല്ല, അതൊരു കെട്ടിയിട്ടാണ് കവർ. അതായത് വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്നില്ലായിരുന്നു? ഇല്ലായിരുന്നു. ഉറപ്പാണല്ലോ. അപ്പം താങ്കൾക്ക് എത്ര എമൗണ്ട് ആണ് കൈപ്പറ്റി കൊടുത്തതെന്ന് അറിയില്ല. ഒരു ബണ്ടിൽ കൊടുത്തു, അതില് ക്യാഷ് ആണോ എന്താണെന്ന് പോലും അറിയില്ല. ക്യാഷ് തന്നെയാണ്, പക്ഷെ ഡിനോമിനേഷൻ അതെ, ക്യാഷ് ആണ്. താങ്കൾ കണ്ടിട്ടില്ല, വിറ്റ്നസ് ആയിട്ട് കണ്ടിട്ടില്ല. ക്യാഷ് അകത്ത് ക്യാഷ് ഇരിക്കുന്ന കണ്ടോ? ക്യാഷ് കയ്യിൽ ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന കണ്ടില്ല. ഒരു ബണ്ടിൽ കവേർഡ് ആയിരുന്നു അല്ലെ? കവേർഡ് ആയിരുന്നു. അതിൽ എത്ര എമൗണ്ട് ആണെന്നും അറിയില്ല. അയാൾ പറഞ്ഞു 3 lakh ഉണ്ടെന്ന് പറഞ്ഞു. കേട്ടതിന്റെ ഇതിലാണ്. എല്ലാ പ്രാവശ്യവും എല്ലാവരും ചിട്ടി വീഴുമ്പോൾ പൈസ അല്ലല്ല, അത് വിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മൾ എമൗണ്ട് കൊടുക്കുന്ന കണ്ടു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെക്കിൽ നമ്മൾ അല്ല, മുളകും മല്ലിയൊന്നും കൊടുക്കില്ല, പക്ഷെ കൊടുക്കുന്ന Prosecutor is cross-examining the witness. In cross-examination, he can ask any questions. ഓക്കെ, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ താങ്കൾ അത് കണ്ടിട്ടില്ല, ഒരു ബണ്ടിൽ? Yes, the witness has already stated that it is covered. Okay. Thank you. That is established. Thanks. You want to re-examine? Yes. നിങ്ങൾ സാധാരണ എല്ലാ മാസവും ചിട്ടി നടത്താറുണ്ടോ? Counsel, it is a re-examination. Re-examination, okay. I just want to ask him the time of this auction process. എപ്പോഴൊക്കെയാണ് നിങ്ങൾ സാധാരണ ചിട്ടി നടത്തി? Counsel, this is re-examination. Whatever you have stated in your chief, that you can get clarity. ഞാൻ അവിടെ ഞാൻ ചോദിച്ചിരുന്നു, അതിന്റെ സമയം ഒന്നും കൂടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. Counsel, the question is, it is a re-examination. Only when there is a doubt, you can clarify. Otherwise, you cannot ask a new question. It is not a new question. I already asked him the time, and I want to know the exact time once more to clarify. No, we know the time. You know the time. Okay, thank you. Yes, you can. Prosecution, you can argue that.
Your Honor, this case, murder of Sarojini Amma, it has been investigated very thoroughly by the investigation officer Rishi, and he is a well experienced officer. Okay, that's experienced officer. He has gone through all the nook and corner, though there is no direct evidence in this, but with substantial evidence and expert opinion, he came to the conclusion in this. The statement of Krishnan, CW11, it was very clear that he has seen the accused in that house at 10:45 to 11 hours on that day. That is the last seen witness of that case. So we can clearly identify the presence of the witness at that house on that day. The statement of CW15, the fingerprint expert, very clearly came to the conclusion that the fingerprint which he has obtained from the handle of Almira is belonging to the accused. But he has also stated in the examination that he has not seen any other fingerprints. No, he stated, sir, no, not any other. It is no clear. He has specifically stated in the witness box, he has not seen any other clear fingerprints. Clear that he has used the word, means the where fingerprints were there, but he could not get clear fingerprints from there. And when the advocate questioned him whether he has seen the fingerprint of either the deceased or her husband, what is the answer? It was not clear. It is not there. Not clear. No clear fingerprints. There. No, It is not. It is not. It is stated that it is not there. The statement given by Mandal and the Seshar Mahasar of Chennai RPF is very clearly. No, statement given by the accused. What is the relevancy of the statement given by the accused? No, because means collaborative evidence we have taken out of it, and in that, in the recent case, which was a verdict given by Honorable Supreme Court in 11th August 2023, Manoj Kumar Soni versus State of MP, it was very clearly stated, the statement under Section 27 Evidence Act 1872 made by the accused himself has to be well established, and that can be taken. If it is established, that can be taken. Counsel, what is the purpose of Section 27? Means that accused statement, sir. What is the purpose of Section 27 Evidence Act? To establish the. What is actually, what do you call that statement? Under Section 27. Sir. We call it disclosure statement. Disclosure statement, sir. That lead to some kind of a evidence. It is only with regard to the purpose of getting a fact. Further information. Not further information. For obtaining something on the basis of that statement. Yes, sir. That is what I am coming to that, sir. Because with that statement, he has led that he has taken that 10 bangles from the house and he has sold it to Jaya Jewelry Chale, and he has collected 3 lakhs rupees from there. So the question is, the investigating officer, why the investigating officer has not stated where this accused has been taken prior to this jewelry? No, he told he has already taken, sir. That question is, it is specifically asked to that investigating officer, which are the places or which are the jewelries where he has taken the accused has stated that he went for selling the item, but because of the dispute with regard to the amount, he has not given it. Correct, sir. That but the investigating officer doesn't know even the names. No, but he told he has taken there and taken evidence has been taken. That is what he has committed there. But it is not stated by the investigating officer in the box. In the box, it is stated that only Jaya Jewelry.
So that is the reason why the defense has put a question that it is purposely. Okay, sir. Now the statement given by CW7, Pradeep Sharma, the Chittalan, he has stated that though Mandal has requested Chatterjee for the amount, that chitti amount, but he has not given. He has refused to give the money that day. Why you have not stated the person who has received the chitti as a witness? Yes, he's there, sir. That witness is Ram Gopal Chatterjee, CW8. That he also, that is a chitti winner. He also given statement in a 161 statement to the police and stated that he has not. Whether he has came before the court? No, sir. That statement is a relevant statement with the witness statement is there. That is why he has been not called to the court, sir. But he has not came before the court. But these all statements very clearly establishing the fact that they have not given the money to the accused. That is why means the relevant witness only have been called. Because we have a doubt. The DW1 has stated before the court that he has seen. But that his statement itself is. We have an adverse inference, you know. If you bring him in the dock, he will not support your cause. That's why you didn't bring it. That's a adverse inference from us. Yes, sir. Otherwise, you could have brought him here. Okay. Suppose if he came before the court and said before the court that I have not given the money, then the defense witness statement cannot be relied. But in this case, he is not called here. Yes, sir. On the basis of all these evidences. Why you have not made the owner of the jewelry as an accused? Should have been. Why you are not done it? Sir, actually. The question is, you have not arrayed him as an accused. You have not produced him as a witness. Actually, in the further proceedings of this case, he should be an accused, actually. But he is not, and the witness also should have been produced. Now, this is the case given here, only this much witnesses are required, not to call anybody else. That is why we have confined to this many witnesses, sir. Defense also, if you have any argument, confined to points, don't go beyond it. And sir, one more thing, in the Birendra Kumar Ghosh versus Emperor case also, it is very clearly established that evidence obtained, relevant evidence obtained can be taken as a evidence. Cited in the year? That is in 1910, sir. You are laying on a decision stated by. Sir, I came to 2023 and 1910, sir. Both decisions I have relied upon, sir. You cited a 23 decision that is with regard to section 27 recovery. Sir. Section 27 recovery has to be established. That's all, Your Honor. Sir, on the basis of this many evidence and circumstantial evidence, fact, and intention of the accused, most humbly prayed before the honor to give maximum punishment to the accused, because he has done a heinous crime, murder of Sarojini Amma. That's all, Your Honor. Thank you. May it please Your Honor, I am appearing on behalf of the accused. At the outset, I may submit that there is no admissible evidence against the accused to connect him with the crime. As the actual culprit is not traceable, the SHO PW8 has chosen to cannot the evidence against the accused. PWT2 is the dog trainer. His evidence is insufficient. According to him, the dog went to the door of the house of migrant laborers and then went to the bus stop. The dog did not attempt
to enter the house. PW2 did not try to open or get the door open to examine the things inside. This aspect clearly shows that some outsider, after killing Sarojini Amma on his attempt to steal her ornaments, went to the door in order to escape and then went to the bus stop and escaped. So the version of PW2 is not acceptable to connect it to the accused. PW3, RPF inspector acted on the direction of PW8. His arrest of the accused will not connect him to the crime. PW4, Krishnan is a planned-up witness. His version is artificial and cannot be accepted as he had given the statement only on the direction of the police. PW5 is an attester to the recovery of Mahasar. The Krishnan came before the court. Yes. And whether he has stated before the court that he is giving evidence on the basis of No, the sir. information given by the police. But I have asked him whether No, you asked him. Yes, But I he asked denied. him whether he had he gave statement on his own. തനിച്ച് തന്നെയാണോ കൊടുത്തത്, അതല്ല പോലീസ് ഹേമന്ത് മണ്ഡൽ പറഞ്ഞ അനുസരിച്ച് വന്ന് ചോദിച്ചപ്പോഴാണോ എന്ന് ചോദിച്ചിരുന്നു. The question is, പ്രൂവ് ചെയ്യാൻ പറ്റിയോ? പോലീസ് ഒന്ന് ചോദിച്ചപ്പോഴാണെന്നാ പറഞ്ഞു. പോലീസ് പറഞ്ഞപ്പോഴാണ് കൊടുത്തത് എന്നുള്ളത് പറഞ്ഞു. കോടതിയോട് നേരിട്ട് ബോധിപ്പിക്കില്ലേ? പറഞ്ഞു അതാ പോലീസ് ഒന്ന് ചോദിച്ചപ്പോഴാണ് കൃഷ്ണൻ മൊഴി കൊടുത്തത്. നിങ്ങൾ പറയുന്നത് പോലീസ് പഠിപ്പിച്ചു വന്നത് പോലീസ് പ്ലാന്റഡ് എന്ന് പറഞ്ഞു. പറഞ്ഞോ, അത് സംഭവിച്ചോ? സാക്ഷി സംഭവിച്ചോ എന്നെ പോലീസ് പ്ലാന്റഡ് ആണെന്ന്? അതാണ് ഞാൻ സാക്ഷിയുടെ പോലീസ് ചോദിച്ചു പറഞ്ഞപ്പോ കോടതിയിൽ ആ സാക്ഷി സമ്മതിച്ചോ? അതൊരിക്കലും സമ്മതിക്കില്ലല്ലോ. നമ്മൾ അതിന്റെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ച് അത് പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അവിടെയും വി ആർ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് സർക്കംസ്റ്റാൻസ്. അദ്ദേഹം കോടതിയിൽ അത് സമ്മതിച്ചാലേ ട്യൂട്ടേർഡ് വിറ്റ്നസ് ഓർ പ്ലാന്റഡ് വിറ്റ്നസ് ആവത്തുള്ളൂ. അതർവൈസ് ഹി ഈസ് എ വിറ്റ്നസ്, ഇൻഡിപെൻഡന്റ്. അതൊരിക്കലും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു വിറ്റ്നസ് സമ്മതിക്കാൻ ഇടയില്ല, പോലീസിനെ ഭയന്നിട്ടാണെങ്കിലും അല്ലെങ്കിലും. പക്ഷെ പോലീസ് യെസ് സാർ, പക്ഷെ അവിടെ ഞാൻ പോലീസ് ചോദിച്ചപ്പോഴാണ് പാൽക്കാരൻ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് ചോദിച്ച സമയത്ത് പോലീസിന്റെ ഡ്യൂട്ടിയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ചോദിക്കുക എന്നുള്ളത്. അതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. മരണം നടന്ന് 24-ാം തീയതി മരണം നടന്ന് 28-ാം തീയതി പോലീസ് ചോദിക്കുമ്പോൾ മാത്രമാണ് പാൽക്കാരൻ അത്. ഇതൊരു ഡയറക്റ്റ് എവിഡൻസ് ആണ്. അയാൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടാ പറയുന്നത് അല്ലേ? അതെ. We have to believe him until and unless you can prove otherwise. അയാളെ അങ്ങനത്തെ ഒരു രീതിയിൽ ലാസ്റ്റ് സീൻ ടുഗദറിൽ കൊണ്ടുവരാൻ പോലീസ് ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞു. എന്നിട്ട് അതാണ് പറഞ്ഞത്, സാക്ഷി ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കോടതിയോട് ഞാൻ കണ്ടു ഡയറക്റ്റ് എവിഡൻസിന്റെ വാല്യൂ എവിടെ, അത് വാലിഡ് ആണോ ഇല്ലയോ എന്നുള്ളതിന്റെ സംശയം ഉള്ളത്. ഓക്കെ. And PW5 may proceed. You have stated with regard to the RPF inspector. What is the part done by the RPF inspector? RPF inspector, the photo of a person who was being sent to the, and it was not clear that whether it was whether the articles which he got from the so-called accused is really, whether it is obtained by him through auction or not. Auction. That is ആ ചിട്ടി നടത്തിച്ചിട്ട് കിട്ടിയതാണോ? ചിട്ടി നടത്തിയാണോ അല്ലല്ലോ, കയ്യിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് മാത്രമേ RPF inspector has stated before the court. അതെ, RPF inspector ആണ് കൊടുത്തിരിക്കുന്നത്. ആളിനെ ഐഡന്റിഫൈ ചെയ്ത്, പ്രതിയെ ഐഡന്റിഫൈ ചെയ്തത് on the basis of the photograph. It's just RPF is actually acting, and he must have informed that to the railway police. Railway police force is there, and railway police officer is acting because ആ ഇൻഫർമേഷൻ ആണ് അവിടെ വേണ്ടത് എന്നുള്ളത് കൊണ്ടല്ലേ. അതാ പറഞ്ഞത്. The witness came before the court and stated before the court that I have identified the person from the photograph. Yes. നിങ്ങൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റിയോ? ഇല്ല, അവിടെയാണ് you have not able to contradict the statement. So the statement given by the witness before the court by saying that ആ ഫോട്ടോയിൽ നിന്നും ആ പ്രതിയെ ഐഡന്റിഫൈ ചെയ്തു. ആ ഫോട്ടോ അയച്ചു കൊടുത്തത് പോലീസ് ആയതുകൊണ്ടാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം RPF ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുക. അത് മാത്രമേ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഞാൻ The question is, the evidence given by that police officer is valid before the court. കാരണം നിങ്ങൾ വീണ്ടും ചോദിച്ചു എങ്ങനെയാണ്, അതായത് പിന്നെ CCTV ക്യാമറ വെച്ച് ഒരാളിനെ ഐഡന്റിഫൈ ചെയ്തത്. Yes, but എനിക്ക് ഇതിനകത്ത് I'm stating further
Yes. PW5 is an attested to the recovery mahasar of the gold ingot, but the jeweler was not examined. He did not purchase gold ornaments by the police. Counsel, even you are not able to break the person who has attested to the mahasar. Yeah. ആ മഹസർ സാക്ഷി കോടതി മുമ്പാകെ ഹാജരായി ഞാൻ മഹസറിൽ ഒപ്പിട്ടു. ആ മഹസർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇല്ലേ? കോടതി പറഞ്ഞതാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ വരുത്താൻ പറ്റുമോ ആ വിറ്റ്നസിൽ നിന്നും? No, but that പിന്നെ actually that they have not examined the person, the owner of the jewelry. No, I have already I asked the headmaster that whether that was a normal working day. It was in the month of April. അതിലൊന്നും അദ്ദേഹത്തിന് ചായ കുടിക്കാൻ പോയതാണ്. അത് ഏപ്രിൽ മാസത്തിലാണ് റെഗുലർ ആയിട്ട് സ്കൂളിൽ വർക്കിംഗ് നടക്കുന്ന ഒരു മാസമല്ല. യാതൊരു കാര്യമില്ല. കാരണം അദ്ദേഹം ഞാൻ സ്കൂളിലുണ്ടായിരുന്നു, സ്കൂളിൽ റെഗുലർ ആയിട്ട് നടക്കുന്നു എന്നുള്ള കള്ളം കൃത്യമായിട്ട് അവിടെ അതൊന്നുമില്ല. ഏപ്രിൽ ക്ലാസ് നടത്താൻ പാടില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ കേസ് നടത്താൻ പാടില്ല, കോടതി വിധിയുണ്ട്. കോടതി വിധിയൊന്നുമില്ല. അതൊക്കെ അവിടെ ക്ലാസ് ഒക്കെ നടത്താം. ഇല്ല, കോടതി വിധി ഉണ്ട് സാർ. അത് LP സ്കൂളാണ്, അതുകൊണ്ട് അവിടെ ക്ലാസ് നടത്തിക്കൂടാ. അപ്പൊ അതുകൊണ്ട് അത് അവിടെ റെഗുലർ ക്ലാസ് നടത്തുന്ന ആള് കോളേജിൽ ആ സ്കൂളിൽ എല്ലാ സമയത്തും കാണേണ്ടതാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ക്ലാസ് നടത്തരുത്. ചായ കുടിക്കാൻ വെളിയിറങ്ങി കൂടെ പോകാം, പക്ഷെ ക്ലാസ് നടത്തിയിരുന്നു എന്ന് ഞാൻ വ്യക്തമായി ചോദിച്ചതാണ്. നടത്തിയിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ചോദിച്ചോ? പിന്നെ വെക്കേഷൻ സമയത്ത് അത് ഞാൻ ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ച ഒരു പോയിന്റ് അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ആ സമയത്ത് നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തമായി പറഞ്ഞതാണ്. ആ പോയിന്റ് ഞാൻ അങ്ങോട്ട് ഡിഫൻസിന്റെ നിന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതാ പറഞ്ഞത്, ക്ലാസ് നടത്തിയിരുന്നേ പറഞ്ഞോളൂ. ആ ക്ലാസ് എന്ത് ക്ലാസ് ആണെന്ന് ചോദിച്ചില്ലല്ലോ. റെഗുലർ ക്ലാസ്, റെഗുലർ സ്കൂൾ ക്ലാസ് നടത്തിയിരുന്നോ എന്നതാണ് ചോദിച്ചത്. അതെ, റെഗുലർ സ്കൂൾ ക്ലാസ് നടത്തിയിരുന്നു എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ആ റെഗുലർ സ്കൂൾ ക്ലാസ് നടത്താൻ പെർമിഷൻ ഇല്ലാത്ത സമയത്ത് ആ സ്കൂളിൽ പെർമിഷൻ ഇല്ലാതെ നടത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ? ഇല്ല, എന്നാലും കോടതി വിധി ഉണ്ട് ആ സമയത്ത് നടത്തിക്കൂടാന്നുള്ള. വെക്കേഷന് സ്കൂൾ ക്ലാസ്സുകൾ നടത്തിക്കൂടാ. ഞാൻ ചോദിക്കുന്നത് അതാണ്, അവരെന്തുകൊണ്ട് അതിനെതിരെ നടപടി എടുക്കേണ്ട ആരാ? അതിപ്പോ ഈ കേസ് കോടതിക്ക് പറ്റൂലല്ലോ. അല്ല, അന്ന് അതല്ല ഞാൻ പറഞ്ഞത്. ആ വിറ്റ്നസ് അങ്ങനെ ഒരു കള്ളമാണ് അവിടെ പറഞ്ഞതെന്നുള്ളത്. അത് ഒരു റിലയബിൾ വിറ്റ്നസ് അല്ല എന്നുള്ളത്. ആ സാക്ഷി അവിടെ വരാനുണ്ടായ സാഹചര്യം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അത് പോലീസ് വിളിച്ചു വരുത്തിയ സാക്ഷിയാണെന്നുള്ളതാണ് എനിക്ക് അതുകൊണ്ട് സംശയമുള്ളത്. ഞങ്ങളുടെ സംശയം അവിടെ വന്നതിന് കാരണം റെഗുലർ സ്കൂൾ ക്ലാസ് നടക്കാത്ത ദിവസം ഈ പറഞ്ഞ ബാക്കിയെല്ലാം പോലീസിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യാം. പക്ഷെ അവിടെ വന്ന വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു തെറ്റാണ് ഏപ്രിൽ മാസത്തിൽ റെഗുലർ ആയിട്ട് സ്കൂൾ ക്ലാസ്സുകൾ നടത്തിയിരുന്നു എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. ചോദ്യം, അതായത് ആ കടയിൽ വരാനുണ്ടായ സാഹചര്യം കൃത്യമാണ്. ബാക്കിയുള്ളതെല്ലാം പഠിപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. അവര് പഠിപ്പിച്ചതാണെന്ന് അവര് കോടതി പറഞ്ഞോ? അവര് പറയത്തില്ലല്ലോ. അത് അങ്ങനെ ഒരിക്കലും അത് വിറ്റ്നസിന്റെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് അവരവിടെ ഈ ഒരു കള്ളം പറഞ്ഞു എന്നുള്ളത് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന മൊഴി കോടതി വിശ്വസിക്കണോ വേണ്ടേ? വിശ്വസിക്കരുത്. വിശ്വസിക്കണം. പിന്നെ എന്തുകൊണ്ട് പിന്നെ നിങ്ങള് പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാക്ഷിയുടെ പേര് പറഞ്ഞു? അതാണ് ഞാൻ പറയുന്നത്. ആ സാക്ഷി ആ സാക്ഷിയെ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നില്ല. ഇല്ല. എന്തുകൊണ്ട് ഡിഫൻസ് കൊണ്ടുവന്നില്ല? ഡിഫൻസിന് അങ്ങനെയുള്ളൊരു പെർമിഷൻ ഇന്നത്തെ ഇതിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. അങ്ങനെയല്ല, പ്രോസിക്യൂഷന്റെ സാക്ഷിയെ പ്രോസിക്യൂഷൻ പർപ്പസ്ലി വിളിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ബട്ട് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലായി സാറേ. പക്ഷെ നമുക്കത് വിളിക്കാനായിട്ട് ഇന്നത്തെ ഇതില് നമുക്ക് അതിനുള്ള ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. അതെ, അതുകൊണ്ട് മാത്രമാണ് അത് നമുക്ക് സംശയം ഉണ്ടായിരുന്നതും അത് മനഃപൂർവ്വം അങ്ങനെ ഒരു സാക്ഷിയെ മാറ്റി PW മാറ്റി നിർത്തിയതാണെന്നുള്ളതുമാണ്. അല്ല, അതാണ് ട്രയൽ അഡ്വക്കസിയിൽ പഠിപ്പിക്കുന്ന ഒരു പോയിന്റ് ആണത്. യു ക്യാൻ കോൾ ഹിം ആസ് എ വിറ്റ്നസ്. പറഞ്ഞു. And PW6 doctor conducted the postmortem examination. The evidence is insufficient that insufficient in the way that it is not. Counsel, അപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ യു ഡിസ്പ്രൂവ് ഇറ്റ് ബിഫോർ ദ കോർട്ട്.
അല്ലാതെ അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. Okay, that is accepted. പോസ്റ്റ്മോർട്ടം Okay. റിപ്പോർട്ടിനകത്ത് ഇത് The postmortem report is accepted. അല്ല, ശ്വാസം മുട്ടി മരിച്ചു എന്നല്ലേ ഉള്ളൂ. ശ്വാസം മുട്ടി മരിച്ചുന്നുണ്ട്, പക്ഷെ അത് ചോദിച്ചു വന്നപ്പോ ഉണ്ടായ ഒരു ഇതുണ്ട്. ഇല്ലല്ലേ, അങ്ങനെയല്ലേ ഉള്ളൂ. ശ്വാസം മുട്ടി അല്ലാതെ മരണമാണെന്നുള്ളതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ശ്വാസം മുട്ടി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഷ്ടകൾ ആ ശരീരത്തിൽ കാണാനില്ലായിരുന്നു. അതാണ് പോസ്റ്റ്മോർട്ടം ആയിട്ടുള്ള ഞങ്ങളുടെ ഡിസ്പ്യൂട്ട്. We have called him because we don't. Yes, sir. So I am also accepting the report. അതിനാണ് പറഞ്ഞത്, you prove before us that what he is telling is wrong. അല്ല, അതില് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രൂവ് തന്നെ വേണം തെറ്റാണെന്ന്. If you can prove it, അത് ആ സാക്ഷി പറയണം. കാരണം ഗവൺമെന്റ് ഒഫീഷ്യൽ ഗവൺമെന്റ് വിറ്റ്നസ് ആണ് അത്. ഒഫീഷ്യൽ വിറ്റ്നസ് ആണ്. അക്കോർഡിംഗ് ടു ഹിസ് പ്രൊസീജിയർ ഓഫ് ലോ, നിയമം അനുസരിച്ച് ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് അതേ അവിടെ ഒന്ന് പറയുന്നത്. ഞങ്ങളുടെ ബലമായ സംശയം ശരിക്കും പറഞ്ഞാൽ ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. നോർമലി ഒരു മനുഷ്യൻ മനസ്സിലാവും ഒരാളെ ബലമായി കൊലപ്പെടുത്തുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും, പക്ഷെ അത് പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ആവും. അദ്ദേഹം ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനോട് അനുബന്ധിച്ച് വരുന്ന ശാരീരികമായ മാറ്റങ്ങൾ ഒക്കെ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് പക്ഷെ ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്നുള്ളപ്പോൾ ഞങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല. You prove that what he is telling is wrong. അതായത് ശ്വാസം മുട്ടിച്ചല്ല മരിച്ചത് എന്നൊരു ക്ലെയിം ഉണ്ടോ? നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ശ്വാസം മുട്ടി മരിക്കുമ്പോൾ എന്തെല്ലാമാണ് ആ ആൾ കാണിക്കുന്ന ചേഷ്ടകൾ എന്നുള്ളത് വ്യക്തമാക്കിയില്ല ഡോക്ടർ. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്റേണൽ ഹെമറേജസ്, പറയുന്ന ഹെമറേജസ് എല്ലാം അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ വരുന്ന ഹെമറേജസ് ഒക്കെ കാരണത്തിന് ഇതാണ്, ഈ ശ്വാസം മുട്ടുന്നതാണ്. അതായത് ഓക്സിജൻ കിട്ടാതെ മരിക്കാൻ വരുന്നതാണ് ആ പറഞ്ഞത്. some technical term he has used. If you can say that, that is not a proof. പറയാൻ പറ്റും. പക്ഷെ ആരോഗ്യവതിയായ ഒരു സ്ത്രീ മരിച്ചുപോയി ഒറ്റയടിക്ക് ഒരു ഹെമറേജും ഉണ്ടാകാതെ, വേറൊരു വീഴ്ചയിൽ പോലും ഒന്നും സംഭവിക്കാതെ കൈകാലുകൾ വിടർത്തി വെച്ച് മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പോയിസൺ ഡെത്തിലാണെങ്കിൽ സംഭവിക്കാം. പോയിസൺ ആണെന്നുണ്ടെങ്കിൽ പോയിസൺ അതില്ല, ഞങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞത്. വി ആർ അക്സെപ്റ്റിംഗ് ദി എക്സ്പെർട്ട് ഒപ്പീനിയൻ. Accepting. PW7 is the fingerprint analyst, and but the fingerprint expert did not perform his duty properly. He did not take an attempt or to take any fingerprint from any other article other than the handle of the almara. You mistook him as a person. The person who lifted is another person. That's he is the only analyst, and that is what I am stating also. This not about any anything about analyst. The fingerprint expert did not perform his duty, and what he got was actually only the fingerprint from the handle of the almara, from nowhere else. And PW8 Rishi, the section the fingerprint അവിടുന്ന് കിട്ടിയ ഫിംഗർപ്രിന്റും പ്രതിയുടെ ഫിംഗർപ്രിന്റും മാച്ച് ആണല്ലോ. പക്ഷെ ഒരെണ്ണേ കിട്ടിയുള്ളൂ, അവിടെ ബാക്കി അതല്ല ചോദ്യം. അവിടുന്ന് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ഫിംഗർപ്രിന്റും പ്രതിയുടെ ഫിംഗർപ്രിന്റും മാച്ച് ആണല്ലോ. മാച്ച് ആണെന്നാണ് റിപ്പോർട്ട്. അത് അവരുടെ ഒപ്പീനിയനും ഒക്കെയാണ്. നമുക്ക് ഇവിടെ ഇതിനകത്ത് ഇതുപോലെ ഒരു കേസ് വരുന്ന സമയത്ത് മിനിമം നമ്പർ ഓഫ് മാച്ചിങ്സ് അതിൻ്റെ അകത്ത് നോക്കിയിട്ടില്ല. ഒരു ഫിംഗർ പ്രിന്റിന്റെ വിവിധങ്ങളായ അതിനകത്തുള്ള സാമ്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അത് ആ ഒരൊറ്റ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടുള്ള അനാലിസിസ് മാത്രമാണ്. ഒരൊറ്റ ഫിംഗർ പ്രിന്റ്, ആ ഓവർലാപ്പിംഗ് 2 ഫിംഗർ പ്രിന്റ് വരാം. That is proved that fingerprint is that of Hemant Mandal. You prove that it happened in some other day. Can you prove it? Maybe that is why I am asking why the expert didn't take. No. It is your duty. That fingerprint was there on another day, not on that. അല്ലാതെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ഫിംഗർ പ്രിന്റുകൾ അന്ന് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയത് അത് നെക്സ്റ്റ് സ്റ്റെപ്പ്. ബട്ട് ഇപ്പോഴെന്നുള്ളതിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഫിംഗർ പ്രിന്റുകളിൽ ഒരെണ്ണത്തിനെ മാത്രം അത് മാത്രമായി ഇന്ന ആളിൻ്റെതാക്കി എടുത്തിരിക്കുന്നു. ബാക്കിയുള്ള ആരുടെയും ആക്കിയെടുത്തതല്ല. അതാ ഞാൻ പറഞ്ഞു വീണ്ടും, മാച്ചസ് ആ വീട്ടിൽ ഒരുപാട് പേര് അത് പറഞ്ഞ കണക്ക് എത്ര പേരുടേതാണ് അതിനകത്ത് വന്നവരുടെ, ബാക്കി ആരുടേതും അവിടെ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. ഒരെണ്ണം മാത്രം പർട്ടിക്കുലർ ആയിട്ട് കാണിച്ച് ഹേമന്ത് മണ്ഡലിൻ്റെ മാച്ച് ചെയ്യുന്നത് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. അലമാരയ്ക്കകത്ത് വേറെ ഒരിടത്തും പരിശോധന നടത്തിയിട്ടില്ല. ഒരു അലമാരയ്ക്കകത്ത് സ്വർണം തുറന്നു വെച്ചിരിക്കുന്നതാണ് കാരണമുള്ളത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുമാണ്. And PW8 Rishi, the
station house officer of Medical College Police Station is the brain behind the case, to place the accused for trial. The readings of his statement in the cross-examination clearly drew the inferences he had manipulated in the case. What? Yes. The readings of his statement in the cross-examination clearly drew an inference that he has manipulated the case by not giving relevant details, like the details of transition of the accused from Chennai to Trivandrum. ചോദ്യം, അതായത് ട്രാൻസിറ്റിൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാൻസിറ്റിൽ ഏത് വണ്ടിയിലാണ്, ഏത് സമയത്താണ്, ഏത് ടിക്കറ്റിലാണ്, ഇതിന് എന്തെങ്കിലും റിലവൻസി ഉണ്ടോ? ഉണ്ട് സർ, ഉണ്ട്. വളരെയധികം റിപ്പോർട്ട് വായിച്ചു. അതെല്ലാം അവിടെ നടന്നതാണ്. എങ്ങനെയാണ് ആ യാത്ര എന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതിൽ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാനില്ല. 26-ം തീയതി ചെന്നൈ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അവിടെ ട്രാൻസിറ്റ് റിമാൻഡ് വാങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ 10 മണിക്ക് CJM കോർട്ട് ട്രിവാൻഡ്രത്ത് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഇടയ്ക്ക് എങ്ങനെ കൊണ്ടുവന്നത്? അതെ, അപ്പോഴേതാ എന്താ വണ്ടി അതാണ് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പോലീസ് കൊണ്ടുവന്നത് ട്രെയിനിലാണോ കാറിലാണോ, അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അവിടെ അത് ഒളിച്ചു എന്നുള്ളതാണ്. അയാളെ ചോദ്യം ചെയ്യാനുള്ള അവസരം തന്നിട്ടില്ല ആ കൊണ്ടുവന്ന പോലീസ് ഓഫീസറെ. ഒരു പ്രയോജനമില്ല, കാരണം അവിടെ ഒന്നും പ്രതിയുടെ ഐഡന്റിറ്റിയെ കുറിച്ച് പ്രശ്നമില്ല. ഓക്കെ, ഞാനത് എഴുതിയത് അങ്ങനെ തന്നെ പറയും. നമുക്കിവിടെ വേണ്ടത് തെളിവാണ്. And there was no statement of the jewelry shoppers and the or CCTV. He had even not produced the CCTV footage of the railway station. CCTV footage പ്രൊഡ്യൂസ് ചെയ്യാത്ത എന്തെന്നുള്ളത് നിങ്ങൾ ചോദിച്ചോ? ചോദിച്ചില്ല, കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ചോദിച്ചില്ലല്ലോ, അതിന്റെ അകത്ത് നമുക്ക് തന്നിട്ടില്ലായിരുന്നു. അതാ പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ അവിടുത്തെ ഫുട്ടേജ്, അതായത് ആ ഐഡന്റിഫൈ ചെയ്ത ഫുട്ടേജ് എന്തുകൊണ്ട് നിങ്ങൾ കളക്ട് ചെയ്ത് ത്രൂ പ്രോപ്പർ ചാനൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തില്ല എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചോദിച്ചോ? ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തതിന്റെ അകത്ത് അതില്ലാത്തത് കൊണ്ട് അതാ പറഞ്ഞത്. അത് ചോദിച്ചത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ചിട്ടി നടത്തിപ്പുകാരനെയും ചിട്ടി കിട്ടിയ ആളിനെയും പോലീസ് ചോദ്യം ചെയ്തതായിട്ട് കാണുന്നില്ല. പോലീസ് ചോദ്യം ചെയ്തതായിട്ടല്ല, സാക്ഷിയായിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ചോദ്യം ചെയ്തിട്ട് കാണില്ല എന്നുള്ളത് യു കനോട്ട് സേ ദാറ്റ്. കാരണം and the statements of the witnesses throw some doubts about the accused to attempt PW8 to apply the last seen theory is not successful. അത് PW8 അല്ല ലാസ്റ്റ് സീൻ തിയറി, ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ലോ. May I continue? ചെയ്തിട്ട് കൂടുതൽ നിങ്ങൾ അയാളിപ്പോ കൺവിക്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പല ചോദ്യങ്ങളും പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം പ്രോസിക്യൂഷന്റെ തെളിവ് കൊണ്ട് പ്രതിയെ ശിക്ഷിക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. പക്ഷെ ഡിഫൻസ് I submit that the prosecution has failed to prove the case against the accused beyond the shadow of doubt. And I just want to quote the case. The court may kindly note the holding of Supreme Court in Harindra Narain Singh versus State of Bihar, 1991, SC 1842, that if two views are possible on the evidence adduced in a case, circumstantial evidence are pointing to the guilt of the accused and the other to his innocence, the court should take the view favorable to the accused. And I pray that my accused may be acquitted. ജഡ്ജ്മെന്റ് ഡേറ്റ് ജഡ്ജ്മെന്റ് ഇല്ല, റിസർവ് ദ ജഡ്ജ്മെന്റ്. So we reserve the case for the judgment. It will be pronounced on 28/12/2023. The bail of the accused is extended till that date, and he will be produced at 11 a.m. on 28/12/2023. On that day, we will pronounce the judgment. ഓ, അത്
അത് കൊടുക്കണമല്ലേ? ആളെ പേര് പറഞ്ഞല്ല, ബിസിനസിന്റെ ക്യാരക്ടർ പറഞ്ഞ പേര് നിന്റെ ആർക്ക് വേണം? സാറ് അല്ല, സാർ പറഞ്ഞു. സാറിനാണ് അതിന്റെ ആൻസർ. ഇന്നലെ രാത്രിയിൽ കുറെ നോക്കിയതാണ്.